അയാളുടെ അടുത്ത് മുഖത്ത് നോക്കി താനാണ് തെറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഇതൊരു ഫാൻ ബോയ് മൊമെന്റ് ആണ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് നിരവധി കാലം സബ് ഇൻസ്പെക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് SP പോസ്റ്റിൽ റിട്ടയർഡ് ആകുകയും ചെയ്തിട്ടുള്ള ജോർജ് ജോസഫ് സാറാണ്. അന്ന് മുതൽ മനസ്സിൽ തോന്നി മെറിറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കാനുള്ള ഒരു വേദിയാണ് സബ് ഇൻസ്പെക്ടർ. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നതിനൊക്കെ ഒരു ആർട്ടുണ്ട്, അതിനകത്ത് ഒരു വശമുണ്ട്. സാറിൻ്റെ സംസാരത്തിൽ അല്ലെങ്കിൽ വാക്കുകൾക്കകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് വരെയുള്ള പഠനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ ഒരു പോസ്റ്റ് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ. എന്നെങ്കിലും നേരിട്ട് കാണണം ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യമാണ്. സാറ് കൊണ്ടുവന്നൊരു വാക്കുണ്ട്, അത് പറയും ഞാൻ. അത് പറയാനുള്ള ബോൾഡ്നെസ് വേണം, നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി വേണം. ആ ജോലി പ്രിഫർ ചെയ്ത് വന്നതല്ല ഞാൻ യഥാർത്ഥത്തിൽ. ഇവിടെ അങ്ങനെ ഒരു ബോഡി ഞാൻ കണ്ടിരുന്നു, ഇവിടെ ഒത്തിരി കണ്ടമായതാണ്. ഒരു ഇന്റർവ്യൂ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്നാണ് സാർ വിചാരിക്കുന്നത്? ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, പലർക്കും എന്നെ അറിയാം. ഒരു കാര്യം നിയമപരമായിട്ട് ഒരാളെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായാലും കേരളത്തിലെ 3.5-4 കോടി ജനങ്ങളെതിരായാലും ജോർജ് ജോസഫ് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ് അറിയാം. നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു പോഡ്കാസ്റ്റ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് നിരവധി കാലം സബ് ഇൻസ്പെക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് SP പോസ്റ്റിൽ റിട്ടയർഡ് ആകുകയും ചെയ്തിട്ടുള്ള ജോർജ് ജോസഫ് സാറാണ്. സാറ് നമ്മളോടൊപ്പം ഇന്നായിരിക്കുന്നത്. അതായത് കുറേ കുട്ടികൾ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്നുണ്ട്. സൂപ്പർ നോട്ട്സിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് കുട്ടികൾ സബ് ഇൻസ്പെക്ടർ ആകണം എന്നുള്ള ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറ്. സാറിനെ ഏറെ സ്നേഹത്തോടെ സൂപ്പർ നോട്ട്സിലേക്കും നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ. ഓക്കെ, അപ്പം സാറിൻ്റെ കുറേ കാര്യങ്ങൾ, സാറിൻ്റെ എക്സ്പീരിയൻസസ്, സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് സബ് ഇൻസ്പെക്ടർ എന്ന് യഥാർത്ഥത്തിൽ സാറിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു പക്ഷേ നിങ്ങൾ ചാനലിലൂടെയൊക്കെ സാറിനെ ദിവസവും കാണുന്നുണ്ട്. നമുക്കും നമ്മുടെ കൂടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാർ ചോദിച്ചോ. സാർ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഫാൻ ബോയ് ആണ്. അതായത് ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ അത് ഏകദേശം 61 എപ്പിസോഡുണ്ട്. അത് മുഴുവൻ കണ്ടെടുത്ത ഒരാളാണ്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട്. അതിതാണ്, സാറിന് എത്ര ജന്മം ഉണ്ടെങ്കിലും ഒരു സബ് ഇൻസ്പെക്ടർ തന്നെ ആവണം എന്നാണ് സാർ അതിൽ പറഞ്ഞുള്ളത്. അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ആ ഒരു ജോലിയോട് അത്രയും പാഷനായിട്ട് സാർ? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ജോലി അതൊന്ന്, പിന്നെ ആ ജോലി പ്രിഫർ ചെയ്ത് വന്നതല്ല ഞാൻ യഥാർത്ഥത്തിൽ. പക്ഷേ ആ ജോലി പ്രവേശിച്ചു കഴിഞ്ഞപ്പം അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ജോലിയായിട്ട് ഇരിക്കുന്നു. കാരണം ഇത് സർവീസ് മൈൻഡഡ് ആണ്. അത് പിന്നെ ആൾക്കാരൊക്കെ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ നമുക്ക് പങ്കുചേർന്ന് അവർക്ക് ഒരു റിലീഫ് കൊടുക്കാൻ പറ്റും. അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ 100 കുടുംബ പ്രശ്നമായാലും ശരി, സമൂഹത്തിലെ പ്രശ്നമായാലും ശരി, അവർ തമ്മിൽ അടിപിടി കേസായാലും ശരി, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കാം. പിന്നെ അതിനകത്ത് തെറ്റ് ആരുടെ ഭാഗത്തുണ്ടോ അയാളുടെ അടുത്ത് മുഖത്ത് നോക്കി താനാണ് തെറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റും. അതിനൊരു അധികാരം നൽകുന്നതാണ് SHO. കാരണം ഇതേപ്പറ്റി നിയമം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പോലീസിൽ വരുന്നത്. LLB കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ്. അത് ഇന്ന് വരെയുള്ള പഠനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ ഒരു പോസ്റ്റ് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരെ വേണം ഇന്ത്യയിലുള്ള ആളെ അറസ്റ്റ് ചെയ്യുക, ആർക്കെതിരായിട്ടും കേസെടുക്കുക, റിലയബിളായിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതിനെല്ലാം ആൾക്കാർക്ക് റിലീഫ് കൊടുക്കാൻ പറ്റും. സങ്കടപ്പെട്ട് വരുന്നവർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഒപ്പം ചേർന്ന് നിന്ന് അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കാനും, പിന്നെ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ കൈക്കൂലി വാങ്ങാൻ പറ്റില്ല, മദ്യപിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. അത് വലിയൊരു വിരോധാഭാസമായിട്ടാണ് പലരും പറയുന്നത്. കള്ള് കുടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ട് കള്ള് കുടിച്ചിട്ടില്ല, വൈൻ പോലും കഴിച്ചിട്ടില്ല, കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് വളരെ സേവനം ചെയ്യാൻ പറ്റും. നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് മറ്റു പല പോസ്റ്റിലൊക്കെ ഞാൻ മെഡിസിന് പോകാനിരുന്നതാണ്. അത് കിട്ടാതെ വന്ന സ്പോർട്സ് കോട്ടയിൽ കിട്ടിയില്ല. അവരെന്നെ അവിടുന്ന് തട്ടിക്കളഞ്ഞു. കാരണം എനിക്ക് മെറിറ്റ് കേരളത്തിൽ 3 MBBS പോസ്റ്റ് ഉണ്ടായിരുന്നു, സ്പോർട്സുകാർ. എൻ്റെ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് 2nd റാങ്ക് എനിക്ക് തരണ്ട. പക്ഷേ അന്ന് സ്പോർട്സ് കൗൺസിൽ ഇരുന്നവന്മാർ, അങ്ങനെ തന്നെ പറയും, ഇരുന്നവന്മാരെന്ന് തന്നെയാണ് പറയുന്നത്, ഇരുന്നവന്മാർ അത് അനീതിക്ക് കൂട്ടുനിന്ന് പാവം പിടിച്ച ജോർജ് ജോസഫ്. അന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നോളൂ, എനിക്ക് ഒരു സ്വാധീനമോ ഒന്നുമില്ല. പക്ഷേ മെറിറ്റ് അനുസരിച്ച് കിട്ടിയില്ല.
അന്ന് മുതൽ മനസ്സിൽ തോന്നി മെറിറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കാനുള്ള ഒരു വേദിയാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. സാർ അതേപോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞു ഒരു ജോലി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആദ്യം സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്തിയെന്നുള്ളത്. പക്ഷേ സാറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ്, 23-ാമത്തെ വയസ്സിലാണ് സാർ സർവീസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SHO എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രവർത്തികൾ, ആ സമയത്തുണ്ടായിരുന്ന പ്രവർത്തികൾ സാറിന് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറയാനൊക്കത്തില്ല. കാരണം ഞാൻ വന്ന് ചാടിപ്പോയതാണ് എന്നേ പറയാനൊക്കുള്ളൂ. അങ്ങനെ വന്ന ഒരു വ്യക്തി. പക്ഷേ അതിൻ്റെ ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് 100 ജന്മം ഉണ്ടെങ്കിലും ഈ പോസ്റ്റ് തന്നെ ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, അതിനകത്ത് ഈ ഓരോ പോസ്റ്റിൽ കവറ്റബിൾ പോസ്റ്റ് SHO, സർക്കിൾ ഇൻസ്പെക്ടർ, SP, അതിൻ്റെ മുകളിലോട്ടല്ല സൂപ്പർവൈസറി പോലെ ഡയറക്ഷൻ കൊടുക്കാൻ ചിലപ്പം കേൾക്കാം, സൗകര്യമുള്ളവർ അനുസരിക്കും. സൂപ്പർവൈസറി പോസ്റ്റ് പക്ഷേ ഡയറക്റ്റായിട്ട് നീതി നടപ്പാക്കാൻ പറ്റുന്ന ഫീൽഡ് ഇത് കൂടുതൽ വലിയൊരു പോസ്റ്റ് ഇന്ത്യയിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. സാർ അതുപോലെ തന്നെ സാറ് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു. സാറൊരു നീന്തൽ താരമായിരുന്നു. ഓക്കെ, സാറ് ഏകദേശം ഒരു ലോങ് റേസ് ഒക്കെ ജയിച്ചിട്ടുള്ള ഒരാളാണ്. സാറ് പാലായിലാണ് പഠിച്ചതൊക്കെ. സാർ ആ ഒരു നീന്തൽ അല്ലെങ്കിൽ ആ ഒരു സ്വിമ്മർ എന്നുള്ള ഒരു സബ് ഇൻസ്പെക്ടറിലേക്ക് വന്നപ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്തത്? ആ യൂണിഫോം ഒക്കെ എടുത്തണിഞ്ഞ് നമ്മൾ ആ ഒരു കർമ്മപഥത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സാറിന് ഫീൽ ചെയ്തത്? അതൊരു സ്പോർട്സുകാരൻ്റെ സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ട്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ആ സ്പിരിറ്റാണ്. കാരണം ഞാൻ ഏകദേശം എൻ്റെ ഒരു റെക്കോർഡ് 18 വർഷം കിടന്നു. 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ കേരള യൂണിവേഴ്സിറ്റി റെക്കോർഡ് 18 വർഷം കിടന്നു. അത് 1 മിനിറ്റിനകത്ത് ഇന്ത്യയിൽ 100 മീറ്റർ ഫിനിഷ് ചെയ്ത 4 പേരുണ്ടായിരുന്നു. ഒന്ന് ഞാനായിരുന്നു അന്ന്. 97.8 സെക്കൻഡ്. അത് ഇന്ത്യയിലെ ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് കാലം. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ, കാരണം 1.6 സെക്കൻഡിലാണ് 1.6 1 മിനിറ്റ് 6 സെക്കൻഡിലായിരുന്നു അന്ന് സ്റ്റേറ്റ് റെക്കോർഡൊക്കെ കിടന്നു. പതുക്കെ ഓരോ വർഷം നമ്മൾ കുറച്ച് വന്ന് 1 മിനിറ്റിനകത്ത് വന്നു. അതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. അതിനകത്ത് ആ ഒരു സെക്കൻഡ് കുറയ്ക്കാൻ 1 വർഷം ചിലപ്പം പ്രയത്നം എടുക്കും. കാരണം അതിനകത്ത് നമ്മൾ സ്പ്രിൻ്റ് അടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ മറ്റുള്ളവരെക്കാട്ടിലും കൈക്ക് സ്ട്രെങ്ത് കൂടണം, അങ്ങനെ ശരീരം. അപ്പോൾ ആരോഗ്യം ഒരു വലിയൊരു പ്രശ്നമാണ്. ആരോഗ്യം, ഫുഡും ഒക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരുന്ന പൈസ കൊണ്ട് കഴിഞ്ഞു കൂടണം. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് ഏത് രംഗത്തും ആ സ്പിരിറ്റ് വേണമെന്നാണ് കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുന്നത്. അത് എന്നായാലും ശരി, ഇപ്പം അവിടെ നമ്മൾ ചാണകം കോരാൻ പോയാലും ശരി, അതുപോലെ കിളയ്ക്കാൻ പോയാലും ശരി, IAS പരീക്ഷ എഴുതിയാലും ശരി, IASകാരനായിട്ട് ഇരുന്നാലും ശരി, കളക്ടറായിട്ടിരുന്നാലും ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എല്ലാം മരണം വരെ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. സാർ, ഈ സാറിൻ്റെ കാലഘട്ടത്തിലെ പഠന രീതികൾ, അതായത് PSC എക്സാം എഴുതി സാർ ഈ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വരുമ്പോൾ, ആക്ച്വലി അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഈ സർക്കാർ സർവീസിലേക്ക് എത്തുന്നത് കുറവാണ് അല്ലേ? കൂടുതൽ ആളുകളും മറ്റ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോകാൻ ഉള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പം സാർ ഈ PSCയിലേക്ക് വന്നപ്പോൾ സാറിൻ്റെ പഠന രീതികൾ എങ്ങനെയായിരുന്നു? ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിരിക്കും. അതെ, ഇപ്പം ഞാൻ IAS IPS ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒത്തിരി പേര് റോഡിൽ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കൂടാറുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ കാലത്തെപ്പറ്റി ആലോചിക്കും. അപ്പം ഞാൻ ഇവിടെ LLB ഫൈനൽ ഇയർ ആയപ്പം അബദ്ധവശാൽ IAS IPS എഴുതി എന്നാ പറയുന്നത്. കാരണം അതിനൊന്നും പ്രിപ്പറേഷനൊന്നും ഇല്ലെങ്കിലും അത് നമ്മുടെ നോളജ്, വായന, ചെറുപ്പം മുതലേ ഞാൻ ഒരു 3 പത്രമെങ്കിലും അന്ന് വായിക്കും. ഞായറാഴ്ച എനിക്ക് സമയമില്ല. സാറ് സൺഡേ സപ്ലിമെൻ്റ് ഉണ്ട് 3 പത്രത്തിൽ. അതെന്നാ ചവറായാലും വായിച്ച് തീർക്കും. അത് 1 മുതൽ അവസാനം വരെ എല്ലാ പേജും വായിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കെന്നാണെന്നറിയോ, അങ്ങനെയൊക്കെ വായിച്ചു കഴിയുമ്പം പിന്നെ നമുക്ക് മെമ്മറി. അപ്പോൾ അത് വായിച്ചിട്ട് പിന്നീട് ആലോചിക്കും, അത് കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റുമോ ടോപ്പിക്സ് എന്നൊക്കെ. ചുമ്മാ അതൊരു എക്സസൈസാണ്. അത് ഈ പഠനത്തിന് ആവശ്യമായ സംഗതിയാണ്. ചെറുപ്പം പോലെ അങ്ങനെ ആയി. പിന്നെ കാർന്നൂർ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നു. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പത്രം വായിച്ച് എന്നാണ്ടാ വാർത്ത പറയണ്ടേ. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തെ പറ്റി ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും, ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ വളർന്നു വന്ന വഴികൾ, അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു മാതാപിതാക്കൾ കാണിച്ചു തരുന്ന ആ വഴികൾ ഒരു പ്രചോദനം തന്നെയാണ്. അന്നേരം ഞാൻ തിരുവനന്തപുരത്ത് LLB കഴിഞ്ഞപ്പം അന്ന് IAS IPS ഒക്കെ ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നി. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അന്നേരം ഞാനിവിടെ ഈ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വരും കൂടെ. എന്നാൽ അതേ ആശ്രയമുള്ളൂ, വേറെ ബുക്സ് ഒന്നും ഇല്ല. കാശ് കൊടുക്കുക വാങ്ങിക്കാൻ പണവുമില്ല ബുക്ക്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷ് ലൈബ്രറി പോവും. അപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ കുറേ അധികം ബുക്സുകളൊക്കെ അത് മുഴുവൻ വായിക്കും. ഇടയ്ക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എല്ലാ വിഷയം വായിക്കും. അതാണ് അതിൻ്റെ കാരണം ഒരു പ്രത്യേക വിഷയത്തിനോട് താല്പര്യമില്ല.
എല്ലാ എക്കണോമിക്സോ പൊളിറ്റിക്സോ ഇപ്പോൾ മാത്സൊക്കെ എടുത്ത് നോക്കും പിള്ളേരൊക്കെ നമുക്ക് മാത്സിനകത്ത് ഒരു പ്രശ്നമില്ല ഇപ്പോൾ. ആ പഴയ അതെങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ അതും ഇതും എല്ലാം നോക്കി പുതിയ രീതികളെല്ലാം ഉള്ളതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ശരി, ഏത് രംഗത്ത് പ്രവർത്തിക്കുകയാലും ശരി, ആധുനിക യുഗത്തോട് നമ്മൾ ചേർന്ന് നിന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യം. ഞാൻ പലപ്പോഴും ആലോചിക്കാറ്, എനിക്കറിയാൻ മേലാത്ത ചില മേഖലയൊക്കെ ഓട്ടോറിക്ഷക്കാർ എന്നെ കാണുന്നു കഴിയുമ്പോൾ അവനെ അതിനകത്ത് മെസ്സേജ് അയക്കുന്നതും ഒക്കെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോഴത്തെ എൻ്റെ എല്ലാ മേഖലയിലും അവർ സഞ്ചരിക്കാൻ അറിയാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മളത് അവരോടൊപ്പം അക്യൂർ ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാവും. അതുകൊണ്ട് ഞാനിവിടെ ബ്രിട്ടീഷ് ലൈബ്രറിയൊക്കെ ഉപയോഗിച്ചിട്ട് അന്ന് IAS IPS എഴുതി. പക്ഷെ അന്ന് എൻ്റെ അടുത്ത് ഒരു മലയാളം വാദ്യക്കാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം ഇംഗ്ലീഷ് മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ, അപ്പം നീ ഒരു മലയാളം സബ്സിഡറി സബ്ജക്റ്റായിട്ട് മലയാളം എടുക്കാൻ പറഞ്ഞു. ഞാൻ ഏതായാലും കേരള ഭാഷാ ചരിത്രം വായിച്ച ഒരു പുസ്തകം വായിച്ചു. പക്ഷെ മലയാളം വളരെ ഈസി ആയിരുന്നു എനിക്ക്. കാരണം അത് ഇപ്പോഴും അതിന് വലിയ ഇമ്പോർട്ടൻസ് വന്നില്ല. റീജിയണൽ ലാംഗ്വേജ് അന്ന് മലയാളം ആരും എടുക്കില്ല, ഇംഗ്ലീഷ് തന്നെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മലയാളം എടുത്തു. ഞാൻ കേരള ഭാഷാ ചരിത്രം എന്ന ചുമ്മാറിൻ്റെ ഒരാളുടെ അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പം അതാരും പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണെന്ന് എനിക്ക് തോന്നണം എഴുതിയത്. എനിക്ക് അന്ന് ഇതുപോലെ പ്രിലിമിനറി അതൊന്നുമില്ല, പ്രിലിംസ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് അവേ നമ്മളെ വിളിക്കും. പക്ഷേ അന്ന് ഞാൻ നോക്കിയപ്പോൾ 52% വരെ മാർക്ക് സ്കോർ ചെയ്തിട്ട് വിളിച്ചു. എനിക്ക് കഷ്ടിച്ച് 50 എത്തിയുള്ളൂ. ഞാൻ അന്തം വിട്ടുപോയി. കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാമായിരുന്നില്ല. അത് കഴിഞ്ഞപ്പം അത് കിട്ടിയില്ല. അത് പിന്നെ പ്രതീക്ഷയൊന്നുമില്ല, ചുമ്മാ ഓഫ് ഹാൻഡായിട്ട് പോയി എഴുതി. അതുകൊണ്ട് ഇപ്പോഴും പറയാം ഞാൻ IAS IPS ഒക്കെ എഴുതിയെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിപ്പോൾ അത് എഴുതി. അതിനുശേഷം നോക്കിയപ്പം ഷോർട്ട് സർവീസ് കമ്മീഷൻ അടുത്ത് നമുക്ക് സിമ്മറാണല്ലോ, അപ്പം നേവി നോക്കാം, ഷോർട്ട് സർവീസ് കമ്മീഷൻ. ആ സമയത്ത് ഞാൻ SI സെലക്ഷൻ കണ്ടു, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തൃശ്ശൂരാണ് പോയി എഴുതി. ഇവിടുന്ന് അവിടെ പോയി എഴുതി. വീട്ടിൽ നിന്ന് അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 350 രൂപ മണി ഓർഡർ അയച്ചു തരും. ഇപ്പോഴത്തെ പിള്ളേർക്ക് 5000-6000 രൂപയൊക്കെ വേണ്ടേ. നമുക്ക് 350 രൂപ അതിന് കണക്ക് വായിച്ചു കൊടുക്കണം ലെറ്ററിൽ, ഇത്രയായി. അപ്പോൾ അങ്ങനെ കണക്കെഴുതി അത് വലിയ കമ്പൽസറിയാണ്. മാസാവസാനം നമ്മുടെ ലെറ്റർ അവിടെ ചെല്ലണം, അല്ല അടുത്ത പൈസ വരില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഫാദർ. അപ്പോൾ ലെറ്റർ അയക്കും, കണക്കൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ഇവിടുന്ന് SI സെലക്ഷൻ തൃശ്ശൂർ ടെസ്റ്റ് എഴുതാമ്പോൾ ഞാൻ വിഷമിച്ചു. കാരണം തൃശ്ശൂർ വരെ പോയി വരണ്ടേ, അവിടെ താമസിക്കണ്ടേ. എന്നാലും അവിടെ പോയി എഴുതി. അവിടെ പോയി ടെസ്റ്റ് എഴുതി. എനിക്ക് അന്ന് എൻ്റെ റാങ്ക് 100-നകത്ത് വന്നു സ്റ്റേറ്റിൽ. കാരണം IAS ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈയിടെ ഒരിടത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുറേ പിള്ളേരെല്ലാം IAS IPS ഒക്കെ എഴുതി, കുറേ പെൺകുട്ടികളാണ്. അപ്പോൾ 5 പേര് അവർ SI സെലക്ഷന് വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോക്ക് ക്വസ്റ്റ്യനെയറൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാനായിട്ടൊക്കെ വേണ്ടി ആ ഒരു ക്ലാസ് ഞാൻ എടുത്തപ്പോൾ ഇതുങ്ങളെല്ലാം അതിൽ 5 പേർക്ക് കിട്ടിയെന്നുള്ളതാണ്. കാരണം ഒരു പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഓഫ് ഹാൻഡായിട്ട് പോയി എഴുതിയാലേ സെലക്ഷൻ കിട്ടും. അതുകൊണ്ട് ഇതിനകത്ത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റാണ്. ഒരു കളക്ടറായിട്ട് കിട്ടിയാലും ഞാൻ പോവില്ല. കാരണം എന്നറിയാമോ, ശമ്പളം കിട്ടുമെന്നല്ലാതെ നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷന് ആൾക്കാർക്ക് നമ്മളോട് എവിടെ ചെന്നാലും ശരി. ഞാൻ റിട്ടയർ ചെയ്ത പലരെയും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും റോഡിൽ കൂടെ നടക്കില്ല എന്നാണ് പറയുന്നത്. SP ആയിട്ടൊക്കെ കല്ലെടുത്ത് എറിയുമെന്നാണ് പറയുന്നത്. ഇവന്മാർ ചെയ്ത പ്രവൃത്തി കൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞേ പറ്റുള്ളൂ, ഞാനും എറിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ സാറേ ഒന്ന് വന്നോ, അയ്യോ സാറിനെ കണ്ടിട്ട് ഒരു ചായ കുടിക്കും സാറേ. കാരണം അത് ഇപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു, നമ്മൾ അനീതി ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. എല്ലാവർക്കും ലീഗലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കും. പിന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, പലർക്കും എന്നെ അറിയാം, ഒരു കാര്യം നിയമപരമായിട്ട് ഒരാളെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായാലും കേരളത്തിലെ 3.5-4 കോടി ജനങ്ങളെതിരായാലും ജോർജ് ജോസഫ് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം അതൊക്കെ നമ്മൾ വളർന്നു വന്ന സാഹചര്യവും സത്യവും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ അതിന് നല്ലൊരു മാർഗം SHO ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ SI പോസ്റ്റിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് 100 ജന്മം ഉണ്ടെങ്കിലും SI ആവുന്നത്.
ഇവിടെ സാറ് പറഞ്ഞത് ഒരു വലിയ കാര്യം, നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദിവസവും 3 പത്രങ്ങൾ ഒരു ദിവസം സാറ് കുട്ടിക്കാലത്ത് വായിക്കും. ഇന്നൊരു പക്ഷേ സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ പലരും പത്രം ഒരെണ്ണം തന്നെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അത്രയും അറിവ് സാറിന്റെ ഇൻവെസ്റ്റിഗേഷനുകളിലായാലും തന്നെ സർവീസ് ജീവിതത്തിലായാലും ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരടുക്കും ചിട്ടയും സാറിന് ഫാമിലിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. ഈ ഒരു സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഞായറാഴ്ച പോലും അദ്ദേഹം ഫ്രീ അല്ല അറിവ് സമ്പാദിക്കാനായിട്ട്. അറിവ് സമ്പാദിക്കാനായിട്ട്. ഓക്കെ സാർ. സാർ, ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സാറിന്റെ ആ പ്രോഗ്രാം കണ്ടപ്പോൾ തൊട്ടേ എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യമാണ്. സാറ് കൊണ്ടുവന്നൊരു വാക്കുണ്ട്, മോഡസ് ഓപ്പറാണ്ടി. സാർ, ഈ മോഡസ് ഓപ്പറാണ്ടിയെ പറ്റി സാറ് പറഞ്ഞ ഡയലോഗ് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഓരോ കള്ളന്മാർക്കും ഓരോ മോഡസ് ഓപ്പറാണ്ടിയാണ്. അപ്പോൾ സാറ് ഒരു ക്രൈം സീനിലോട്ട് പോകുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈം സീനിൽ നിനക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. ആ ഒരു നിഗമനത്തോട്, ആ ഒരു മോഡസ് ഓപ്പറാണ്ടി, ആ ഒരു നിഗമനത്തോട് സാർ എങ്ങനെയാണ് സാർ എത്തിച്ചേരാറ്? അത് ഞാൻ SHO ആയിരിക്കും. ഞാൻ തിരുവനന്തപുരം നഗരത്തിലെ അന്ന് 16 പോലീസ് സ്റ്റേഷൻ, 16 പോലീസ് സ്റ്റേഷനിൽ ഞാനിരുന്ന, അതാരും ഇരുന്നിട്ടില്ല. ഓരോ സ്ഥലവും എനിക്കറിയാം. ഇപ്പോൾ അതുകൊണ്ട് 20-22 ചില പോലീസ് സ്റ്റേഷൻ 2 എണ്ണമായി 3 എണ്ണമൊക്കെ ആയി ഇപ്പം. പക്ഷെ അന്ന് ഒറ്റ പോലീസ് സ്റ്റേഷൻ, അങ്ങനെ 16 സ്ഥലത്ത് ഇരുന്നു. അവിടെ ഓരോ സ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പം അവിടെ ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ ആ ജൂറിഷനുള്ള സാറേ DGP കണ്ട് ജോർജ് സാറിനെ ഒരു 6 മാസം ഞങ്ങൾക്ക് വേണം. അപ്പോൾ ആൾക്കാർ എന്നെ പിടിച്ചു പറിക്കും. കാരണം ഞാൻ ഇഞ്ച് വിട്ടുകൊടുക്കില്ല. എൻ്റെ മേലുദ്യോഗസ്ഥൻ ഒരു തെറ്റായ കാര്യം പറഞ്ഞാലും കേൾക്കൂല. ഞാൻ പറയാം സാറ് തന്നെ അങ്ങ് ചെയ്താൽ മതിയല്ലോ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് അധികാരം ഉണ്ടല്ലോ. അങ്ങനെയാണ് എൻ്റെ പ്രതികരണം. അത് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ വഴങ്ങത്തില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് ഈ മോഡസ് ഓപ്പ് അപ്പം അങ്ങനെ ധാരാളം കേസുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അതെല്ലാം നോക്കിക്കഴിയുമ്പോൾ ചില മൂവ്മെൻറ്റുകൾ, ചില ആൾക്കാരുടെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു പറയാം. ഓരോരുത്തർ എങ്ങനെയാണ് ചിരിക്കുന്നത്, പിരിക്കുന്നത്, ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള അങ്ങനെ. അപ്പോൾ അത് നമ്മൾ പ്രത്യേക നിരീക്ഷണം, ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഓരോരുത്തന്മാർ കള്ളന്മാരേതാണെന്ന് ഒരു ഐഡിയ ഇല്ല. അന്നേരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ വേറൊരു കാര്യം നോക്കി, ഒരു പോക്കറ്റ് അടിക്കാരനെ അന്ന് നോക്കിക്കഴിഞ്ഞപ്പം തമ്പാനൂർ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ തമ്പാനൂർ വന്ന് വീണ്ടും പോക്കറ്റ് അടിച്ചു. ഞാൻ അവൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞപ്പം പോക്കറ്റ് അടിച്ച് തമ്പാനൂർ നേരെ 2 ദിവസം ഇവിടെ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് അവൻ നേരെ കിളിമാനൂർ പോയി അടിക്കും 2 ദിവസം. അത് കഴിഞ്ഞാൽ കിളിമാനൂർ കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ പോകും. അങ്ങനെ പോക്കറ്റ് അടിച്ച് അവനെ കാസർഗോഡ് ചെല്ലുമ്പം 4 വർഷമാവും. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോക്കറ്റ് അടിച്ച് വരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു പോയി. കാരണം ഇവനോട് ചോദിച്ചു നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ പോക്കറ്റ് അടിക്കാൻ പോയി. അങ്ങനെ പോക്കറ്റ് അടിച്ച് പോകുമ്പോൾ നമ്മളിപ്പം ഗൾഫിൽ പോയിട്ട് വരുന്ന പോലെ ഇവൻ പോക്കറ്റ് അടിച്ച് ഇവൻ നാട്ടിൽ അവൻ്റെ വീട്ടിൽ പറഞ്ഞ ഗൾഫിലാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവൻ വരത്തില്ല ഇവിടെ. അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയേ നിൽക്കുകയുള്ളൂ. എന്നിട്ട് അവിടെ നിന്നൊക്കെ ബാങ്കിൽ കൊണ്ട് പൈസ ഇടും, അടിക്കുന്ന പൈസ ബാങ്കിൽ ഇടും. അപ്പോൾ അതൊരു മോഡസ് ഓപ്പറാണ്ടി അല്ലേ അത്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഒരു ഫാനായ ഒരാൾക്ക് IPS കിട്ടി. ആലപ്പുഴക്കാരനാണ്. അയാളിപ്പോൾ എവിടെയെങ്കിലും SP ആയിരിക്കും. രാഹുൽ എന്നാണ് എൻ്റെ പേര്. എൻ്റെ വലിയ കടുത്ത ഫാൻ. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എൻ്റെ നമ്പർ കിട്ടാൻ വലിയ പാടാം. ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എങ്ങും കിട്ടത്തില്ല, വലിയ പാടാം. ഞാൻ അയാൾ ചോദിച്ചു, അത് സാറേ അത് വലിയ പാടുപെട്ടാണ് കിട്ടിയത്. ശരി. അപ്പം അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം വീണ്ടും എന്നെ വിളിച്ചു. സാറേ എനിക്ക് IPS കിട്ടി, സാറിനോട് നന്ദി രേഖപ്പെടുത്താനാണ്, സാറ് കാരണമാണ് കിട്ടി. ഞാൻ പറഞ്ഞു ഞാൻ എന്നാ ചെയ്തു? അല്ല സാറ് കാരണമാണ് എനിക്ക് IPS. ഞാൻ പറഞ്ഞു അതെന്ത്? സാറിൻ്റെ 62 എപ്പിസോഡ്, 61 അല്ല 62 എപ്പിസോഡും ഞാനൊരു 10-30 പ്രാവശ്യം വായിച്ചു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അത് മാത്രമേ വായിച്ചുള്ളൂ. അപ്പോൾ ഞാൻ അതിശയം വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് അയാൾ പഠിച്ചിരിക്കുന്ന ഫോറൻസിക് ഉണ്ട്, ലീഗലുണ്ട്, പിന്നെ മനുഷ്യൻ്റെ ബിഹേവിയറുണ്ട്, എല്ലാം അതിനകത്ത് ഏതെങ്കിലും എപ്പിസോഡിലുണ്ട്. അതിങ്ങനെ പഠിച്ച് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു അവസരം ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോയിട്ട് അത് ഞാൻ പതുക്കെ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് ആദ്യത്തെ ചോദ്യം അവർ IPS വേണോ IAS വേണോ? എനിക്ക് IPS മതിയെന്ന് പറഞ്ഞു. അതെന്താ IAS കിട്ടിയാൽ എന്താ? IAS ഒന്നും താല്പര്യമില്ല. അതെന്താ? അത് ജോർജ് സാർ എന്ന് പറഞ്ഞൊരു SP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം കേട്ട് എന്നോട് വലിയ IPS ഓഫീസർ ആകണമെന്നൊരാഗ്രഹം.
ആ ശരി, എന്താ അദ്ദേഹത്തിൻ്റെ? അല്ല, അദ്ദേഹം ഇങ്ങനെ കള്ളന്മാരെ പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞു. അന്നേരം അവർ ചോദിച്ചു, കള്ളന്മാരെയൊക്കെ ഓരോ മോഷണ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഉടനെ ഇവൻ അതാണ് പറഞ്ഞ് അതിൻ്റെ മോഡസ് ഓപ്പറാണ്ടി അനുസരിച്ച് ഇത് അവർക്ക് തന്നെ അതിശയായി. കാരണം മോഡസ് ഓപ്പറാണ്ടി വാക്കുകൾ അധികം വരും. ഇപ്പം കേരളത്തിലുള്ള സാധാരണക്കാർക്കൊക്കെ കോമണായി. നമ്മൾ പറഞ്ഞാൽ തൊടുത്ത് വിട്ടപ്പം അപ്പോൾ അവർ ഈ മോഡസ് ഓപ്പറാണ്ടി വളരെ റയറായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ആ ബോർഡിലിരിക്കുന്നത് വാട്ട് ഈസ് മോഡസ് ഓപ്പറാണ്ടി. അന്നേരം ഞാൻ ജവഹർലാലിലെ ഒരു പ്രത്യേക ഒരു കള്ളനെ, ആ കള്ളനെ ഞാൻ ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നൊക്കെ തമാശ രീതിയിൽ പറയും. കാരണം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഈ മോഷണമൊക്കെ പഠിച്ചു കഴിയുമ്പം എക്സിറ്റ് എൻട്രൻസ് കയറിയത് ഇതിൽ ഇറങ്ങിപ്പോയത് അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഇയാൾ ജവഹർലാലിലെ ആ മോഷണ സ്ഥലത്ത് ഇവൻ കയറി പോകുന്ന വഴി എന്ന് പറയുന്നത് കമ്പി അറുത്താകരുത്. അപ്പം കമ്പി അറുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ കമ്പിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ജനലിലെ കമ്പി നോക്കിക്കഴിഞ്ഞാൽ ക്രോസായിട്ട് ലോങ് വേസും കിടക്കുന്നതൊക്കെ കറുത്ത പെയിൻ്റ് അടിക്കും, അല്ല മഞ്ഞ പെയിൻ്റ് അടിക്കും. സാധാരണ അതേ ഉള്ളൂ, വേറെ ചുവന്ന പെയിൻ്റ് അടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരുടെ വീടുകളിലും കറുത്ത പെയിൻ്റ്. അപ്പോൾ ഇവന് ആക്സാ ബ്ലേഡ് കൊണ്ട് അത് അറക്കും. അറുത്തിട്ട് അത് വളച്ചിട്ട് ആ വഴി കയറിപ്പോയി മോഷണം നടത്തിയിട്ട് അതേ വഴി ഇറങ്ങിപ്പോകുമ്പം ആക്സാ ബ്ലേഡ് ആ വളച്ച ആ അല്ലെങ്കിൽ അറുത്ത സ്ഥലത്ത് കമ്പി ചേർത്ത് വെച്ചിട്ട് സെല്ലോ പെയിൻ ബ്ലാക്ക് വെച്ച് ഒട്ടിച്ചു വെക്കും. മഞ്ഞ പെയിൻ്റ്. അപ്പോൾ രണ്ടും മോഷണം നടത്താൻ നേരത്തെ സെല്ലോ പെയിൻ മഞ്ഞയും ബ്ലാക്കും അവൻ കൊണ്ടുപോകണമെന്നുള്ളതാണ്. അപ്പം മഞ്ഞയാണെങ്കിൽ മഞ്ഞ ഒട്ടിച്ചു വെക്കും. അപ്പം പോലീസിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻട്രി എക്സിറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കാണത്തില്ല. അപ്പം വീട്ടുകാരെ സംശയിക്കും. അപ്പം ഒരു പാഠമായിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് പിള്ളേർക്ക് നിങ്ങൾക്കും ഒക്കെ 10 വളം ഓട്ടിക്കണമെങ്കിൽ 8 എടുക്കുകയുള്ളൂ. അപ്പോൾ 2 വള്ള വീട്ടുകാരെ സംശയം വരും. അപ്പോൾ ആ കള്ളം അപ്പോൾ അത് കള്ളന്മാർ പഠിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ ചെയ്യുന്നത്. അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒത്തിരി മോശമാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകാരനായിട്ടുണ്ടാവും അയാൾ. അപ്പോൾ ആ ഇത് പറഞ്ഞപ്പോൾ അവർ അന്തം വിട്ടു. ഈ മോഡസ് ഓപ്പറാണ്ടി ടിപ്പിക്കൽ എക്സാമ്പിൾ ആ ബോർഡിലുള്ളവർക്കൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നോളജ് കിട്ടുന്നത്. അപ്പോൾ ഇവൻ കൊള്ളാവില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പിന്നെ മർഡർ കേസിലോട്ട് പോയപ്പോൾ അന്നേരം ഞാൻ 2 മോഡസ് ഓപ്പറാണ്ടി പോലെ പോപ്പുലറായ 2 ഉണ്ട്. കടാവർ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്. അതിനകത്ത് അത് ചില പിള്ളേരെല്ലാം അവർ ഇപ്പം അത് പറയാൻ തുടങ്ങി, സാറേ മോഡസ് ഓപ്പറാണ്ടി കടാവർ ഞങ്ങൾ പഠിച്ചായിരുന്നു. അപ്പം ഒരു ഡെഡ് ബോഡിക്ക് പറയുന്നത് കോർപ്പസ് ഡിലിറ്റി എന്നാണ്. അത് എല്ലാവരും അപ്പോൾ അത് പോപ്പുലറായി കോർപ്പസ് ഡിലിറ്റി. പിന്നെ മരുഭൂമിയിലൊക്കെ ഉള്ള നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ബോഡിക്ക് വ്യത്യാസം വരും. കാരണം മഴ പെയ്യുമ്പം ബോഡി ഒന്നുകൂടെ തണുക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഡീക്കേയാണ്. ചൂട് കൂടുമ്പം ബോഡി ഡ്രൈഡ് ആവും. അപ്പം ബോഡിക്ക് ഒരേ ബോഡി തന്നെ 2 രീതിയിലും വരാം. കാരണം നനഞ്ഞ് കാലും ഭാഗം മാത്രമാണ് കൂടെ നനയുന്നെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ബോഡി ഞാൻ കണ്ടിന്. ഇവിടെ പുത്തിരിക്കണ്ടം മൈതാനത്ത് അവിടെ കൊന്നിട്ട് ഒരു ഭിത്തിയുടെ ചേർത്ത് അവിടെ ഒരു മരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് വെച്ചു. അതിന് മുകളിൽ വെള്ളം വീഴുമ്പം കാല് ഹിപ്പിന് താഴോട്ട് വെള്ളം എപ്പോഴും വീഴും. അത് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഷീറ്റ് എടുത്ത് ചൂടടിക്കുമ്പോൾ ബാക്കി ഭാഗത്ത് ഡ്രൈഡ് ആവും. അപ്പോൾ ഒരേ ബോഡിയിൽ 2 വരും. കടാവറിൻ്റെ വ്യത്യാസം. അപ്പോൾ അതൊക്കെ ഇയാൾ പഠിച്ചിരിക്കുന്ന IPS കാരൻ. അപ്പോൾ അവൻ കടാവർ എടുത്തിട്ടു. അവർക്ക് തന്നെ വലിയ നോളജായി. അവൻ ലീഡ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മോഡസ് ഓപ്പറാണ്ടി കഴിഞ്ഞപ്പം ഡെഡ് ബോഡിയുടെ കാര്യം പറഞ്ഞാൽ കടാവർ പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം കടാവർ സാധാരണ ആരും പറയുന്ന വാക്കല്ല. അതൊക്കെ ഇവിടെ കോമണായി. ഇപ്പം നമ്മൾ ഈ സഫാരി വന്നുകൊണ്ട് ഇതെല്ലാം അങ്ങ് കോമണായി, കോർപ്പസിബിലിറ്റി പോലെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് വലിയ കൗതുകമായി. പിന്നെ ബോഡിയിലുണ്ട്, അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ബോഡിയിലുണ്ടാകുന്ന വ്യത്യാസം അത് പറഞ്ഞാൽ പച്ച, മഞ്ഞ, ബ്ലാക്ക് ഇതൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ചിരിക്കും. അവർ അങ്ങനെ ബോഡി വരുമോ? പച്ച കളർ വരും, ചുവപ്പ് കളർ വരും, ബ്ലാക്ക് കളർ വരും ബോഡിയിൽ. അത് അത് ഡീക്കേ ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, മണിക്കൂർ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. മുഴുവൻ കാര്യങ്ങളും ചോദിച്ചത് IPS വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള മർഡറിൻ്റെയും ലീഗൽ പ്രൊവിഷൻസ്. അപ്പോൾ അതിനകത്ത് ലീഗൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതൊക്കെ കാണാപ്പാടമായിട്ട് അങ്ങ് പറയും. കാരണം ഇപ്പം കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജനറലായിട്ട് ഇപ്പം ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ മൊത്തം നമുക്ക് ഈ നിയമത്തെപ്പറ്റി ഒരു പരിജ്ഞാനം ഇല്ലാത്തവർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഇന്ത്യയിൽ 3 നിയമങ്ങൾ ഉള്ളൂ, പഠിച്ചു വെച്ചോളൂ. ഒന്ന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞാൽ പോലീസിന് എങ്ങനെയാണ് കേസ് എടുക്കേണ്ടത്,
അതിൻ്റെ നടപടി കോടതി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അത് മാത്രമാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ അപ്പനോ അമ്മയൊക്കെ ചോദിക്കും, നമ്മൾ പൈസ എല്ലാം മോട്ടിച്ചാലേ അമ്മ ഞാനെടുത്തില്ല അതിനെന്നാ തെളിവ് എന്ന് ചോദിക്കും. അപ്പോൾ എവിഡൻസ് ആക്ട്, അതാണ് സിവിൽ കോടതിയിലും ക്രിമിനൽ കോടതിയിലും തെളിവ് നിയമം എവിഡൻസ് ആക്ട് ഉണ്ട്, അത് ഒന്നാണ്. അപ്പം ഈ കേസെടുക്കുന്നതിന് തെളിവ് കോടതി നോക്കുന്നത് തെളിവ് നിയമം അനുസരിച്ച് എവിഡൻസ് ആക്ട്. പിന്നെ ഇന്ത്യയിലെ കുറ്റങ്ങൾ എന്താണ്, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ കുറ്റം ചെയ്തിട്ടുണ്ട്, അപ്പോൾ കുറ്റം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പീനൽ കോഡ്. ഇതേ ഉള്ളൂ. ഈ 3 നിയമങ്ങൾ അനുസരിച്ചാണ് കോടതിയും പോലീസും നാട്ടുകാരും എല്ലാവരും കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു പോകുന്നതല്ല. 3 അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ പൈസയും പ്രോപ്പർട്ടിയൊക്കെ തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് സിവിൽ കോടതി പോകും. അടിപിടി കുത്തുവെട്ടൊക്കെ ആണെങ്കിൽ ക്രിമിനൽ കോടതി പോകും. പിന്നെ ഈ 2 കോടതിയിലും എവിഡൻസ് ആക്ട് തെളിവ് എന്താണെന്ന് വെച്ചാൽ രണ്ടിനും കോമൺ ആയിട്ട് തെളിവുകളാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിയമത്തെപ്പറ്റി ഒരു അവബോധം കൊടുക്കുന്നത് അങ്ങനെയാണ്. അതൊക്കെ ഇതിനകത്ത് ഈ സഫാരിക്കകത്തൊക്കെ ഞാനത് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാറേ, അത് വലിയൊരു വലിയൊരു ഓക്കെ സാറേ. അപ്പം ഇത് അതുപോലെ തന്നെ സാർ ഓരോ കേസുകൾ, സാറിന് ഓരോ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ സാർ അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഓരോ കേസുകളും നമുക്കും ഒരുപാട് പുതിയ അനുഭവങ്ങൾ തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടക്കൊല കേസിലൊക്കെ ആണെങ്കിലും സാർ പറഞ്ഞിട്ടുണ്ട് അത് ഒരാളാണ് ചെയ്തതെന്നുള്ളൊരു അസംഷനിലേക്ക് സാർ എത്തുന്നുണ്ട്. അപ്പം എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, അങ്ങനെ ഒരു കേസിലേക്ക് എത്തുമ്പോൾ സാർ എന്തൊക്കെ മുൻകരുതലുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ? അല്ല, അത് ആ കേസിന് ഞാൻ ആ വീട്ടിലെ 6 പേരെ കൊന്നു കഴിഞ്ഞപ്പം അന്ന് വെളുപ്പിന് എൻ്റെ തന്നെ ഒരു SP യുടെ ആൻറ്റി ആയിരുന്നു അത്. ഞാൻ അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ DYSP ആയിരുന്നു അന്ന്, ആ സമയത്തായിരുന്നു അത്. അന്നേരം രാവിലെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ക്രൈംബ്രാഞ്ച് DGP ഒക്കെ നമ്മുടെ ടാലൻസൊക്കെ വളരെ വിലമതിക്കുന്ന ആളായതുകൊണ്ട് പുള്ളിയൊക്കെ അവിടെ സ്പോട്ടിലുണ്ട്. അപ്പോൾ എന്നെ ജോറേസ് വാ, ഞാൻ പറഞ്ഞു സാറേ ആരും അതിൻ്റെ അകത്ത് കയറി സീൻ ഡിസ്റ്റർബ് ചെയ്യരുത്, അതുകൊണ്ട് ഞാൻ വന്നൊന്ന് കാണട്ടെ, നമ്മൾ വലിയ ആളൊന്നും അല്ല എന്നാലും ഒന്ന് കാണട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ DIG ഉണ്ടായിരുന്നു, എറണാകുളം കമ്മീഷണർ, അവിടുത്തെ DGP ക്രൈംബ്രാഞ്ചിൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ചെന്ന് കഴിഞ്ഞപ്പം ഒരു 10-10:30 ആയപ്പോൾ ചെന്നത്. രാത്രി തന്നെ വെളുപ്പിനെ 2 മണി 3 മണിക്ക് വിളിച്ചു പറഞ്ഞെങ്കിലും 10-10:30 ചെന്നു. ഞാനും എൻ്റെ സന്നാഹങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് മറ്റേ ഫോറൻസിക് എല്ലാവരും ഉണ്ട് കൂടെ. എൻ്റെ ചെന്ന് കഴിഞ്ഞാൽ ആരും കയറിയില്ല. ഞാൻ അതെല്ലാം കയറി എല്ലാം നോക്കി, ഓരോ സ്ഥലത്ത് മരിച്ചു കിടക്കുന്നത് നോക്കി. അത് കഴിഞ്ഞപ്പം പത്രക്കാരൊക്കെ ഉണ്ട്. ഇന്നും ഒരു മനോരമ പത്രക്കാരൻ എന്നെ ഇത് പറഞ്ഞു, സാറ് ഒരു കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞ DGP യുടെ അവരൊക്കെ എന്നെ നോക്കുന്നു ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു പ്രതി എത്രയാന്ന്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മനോരമ ഫോട്ടോഗ്രാഫർ അത് എടുത്തു വച്ചിരിക്കുന്നു. ഇപ്പോഴും അത് അവരുടെ കയ്യിലിരിപ്പുണ്ട്, ഇങ്ങനെ കാണിച്ചു. അപ്പം അത് ഞാൻ പറഞ്ഞു ഒരാളാണ്. കാരണം നമ്മൾ ഒരു സീൻ നോക്കിക്കഴിഞ്ഞാൽ 6 പേരെ കൊന്നാൽ എത്ര പേർക്ക് 6 പേരെ കൊല്ലാൻ പറ്റും? ഒരാൾക്ക് പോസിബിൾ ആണോ, പ്രോബബിൾ ആണോ എന്നുള്ള തിയറിയാണ്. അപ്പോൾ ഒരാൾ പറ്റും 6 പേരെ കൊല്ലാൻ. അപ്പോൾ ആ ബോഡി കിടക്കുന്നതനുസരിച്ച് അതിൻ്റെ റീകൺസ്ട്രക്ഷനും അതിൻ്റെ സീക്വൻസും നോക്കിക്കഴിയുമ്പോൾ മറ്റവരെ കൊന്നു ഓരോ ടൈമിൽ 6 പേരെയും കൊല്ലാൻ പറ്റുന്നു. അപ്പോൾ ഞാനത് ആര് പറഞ്ഞാലും അതിൻ്റെ അകത്ത് 4-5 പേരെ ചേർത്താലും എൻ്റെ അഭിപ്രായത്തിന് മാറ്റമില്ല. കാരണം നമ്മൾ ആ ഒരു തിയറി എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചിരിക്കുന്ന ആ റീകൺസ്ട്രക്ഷൻ തിയറി അനുസരിച്ച് അങ്ങനെ അത് വന്നിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നാലും. അപ്പോൾ പിന്നെ അതിനകത്ത് എത്ര ദിവസം കൊണ്ടാകുന്നത്, കാരണം ടൈം ഓഫ് ഡെത്തും ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പം അതിനകത്തുനിന്ന് ആ ബോഡിക്ക് ഏകദേശം ഒരേ രീതിയിലുള്ള പഴക്കം. എല്ലാവരെയും ആദ്യം 2 പേരെ കൊന്നിട്ട് അല്ലെങ്കിൽ 3-4 പേരെ കൊന്നിട്ട് അല്ലെങ്കിൽ ചില അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന് പിന്നെ ഒന്ന് കൊന്നാലും മതിയല്ലോ, അങ്ങനെയൊക്കെ ഓരോ സീനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു റീകൺസ്ട്രക്ഷൻ തിയറിയാണ്. അത് ആദ്യം ആരെ കൊന്നു, അതിനുശേഷം മറ്റവരെ കൊണ്ടുപോയ സാഹചര്യം എങ്ങനെയാണ്. അപ്പോൾ അത് അമ്മയും ഇളയ റാണി എന്ന് പറഞ്ഞ കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അന്നേരമാണ് ഇവൻ അവിടെ ഇരുന്നത്. മറ്റൊരു സിനിമയ്ക്ക് പോയി, അവരെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പം ഇയാളെ ചെരുപ്പ് വെളിയിൽ കിടന്നെടുത്ത് ഇയാൾ അകത്ത് വെച്ചു. അവർ വരുന്ന സ്ഥലം, കാരണം ഇവൻ പോയില്ല എന്ന് അവർക്ക് തോന്നില്ല. അങ്ങനെ അത് അവിടെ അകത്ത് വെച്ചിട്ട് പിന്നെ ഓരോരുത്തർ കയറി വരുന്നതനുസരിച്ച് ആണ് അവരെ കൊന്നത്. അപ്പോൾ അത് ആ വീണ് കിടക്കുന്ന സ്ഥലവും കയറി വന്നതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് പോസിബിളാണ്. അങ്ങനെ അതിലേക്ക് പെട്ടെന്ന് എത്തി. കാരണം നമ്മളത് നോക്കും. പിന്നെ വെപ്പൺ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് ഒരേ വെപ്പണാണോ പല വെപ്പണാണോ,
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അത് റീകൺസ്ട്രക്റ്റീവ് തിയറിയാണ്. അത് കൂടുതൽ മർഡർ ഉണ്ടാകുമ്പം നമുക്ക് ആ രീതിയിൽ അതിൻ്റെ സീക്വൻസ് ഓരോന്നും നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് നല്ല എക്സ്പീരിയൻസ് വേണം, അല്ലാതെ ചുമ്മാ പോയ ആൾക്ക് ഇതൊന്നും കിട്ടില്ല. നമ്മുടെ ഇത്രയും 10-30 വർഷത്തെ അല്ല 10-25-28 വർഷത്തെ എക്സ്പീരിയൻസ് എന്നാൽ സർവീസിൽ കയറി കുത്തിയിരുന്നിട്ട് പുസ്തകം വായിച്ചാൽ ഓർമ്മ സീൻ വിസിറ്റ് ചെയ്യും. ഞാനൊക്കെ ഇവിടെ എൻ്റെ ഗുരു MP ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും പറയാതിരിക്കാനൊക്കില്ല. നമ്മുടെ ഈ ടാലൻസൊക്കെ ഞാൻ SI ആയിരിക്കുമ്പോൾ MP ബാലകൃഷ്ണൻ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, റിട്ടയർ ചെയ്തു. അദ്ദേഹം എന്നെ ഈ ക്രൈം ഒത്തിരി കേസുകൾ പിടിക്കുന്നത് കണ്ടപ്പം, അന്ന് പത്രത്തിൽ വാർത്ത വരും, ഇന്നത്തെ TV ഇല്ല, മോഷണ കേസ് ഇവനെല്ലാം കയറി പിടിക്കും, ഇഷ്ടംപോലെ പിടിക്കുമ്പോൾ അദ്ദേഹം കൂടെ പല സീനിൽ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ സീൻ കാണണം എത്രയും കൂടി. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച്, അന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു തോന്നുന്നു, മൈസൂർ പോവാം, അവിടെ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ ടീച്ചറിനെ കൊന്നു. അവർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു, ലേഡി. അപ്പോൾ അത് ഞാനൂടെ പോയി, അദ്ദേഹത്തിൻ്റെ കൂടെ പോയി, അത് ആ സീനെല്ലാം കണ്ടു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് ആ ബോയ് വേറെ 3 മർഡർ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോൻ്റെ സാഹചര്യം അനുസരിച്ചിരിക്കും ഓരോരുത്തരും ക്രൈം ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ വരണം. അപ്പോൾ അതിന് ഈ മനുഷ്യനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കേണ്ടി വരും, ബിഹേവിയർസ് അതിന്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല, ഒബ്സർവ് ചെയ്ത്. അങ്ങനത്തെ ആൾക്കാർ 100 ക്രിമിനൽസ്, അല്ലെങ്കിൽ 100 അങ്ങനെ ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പം പുതിയ ഐഡിയകൾ നമുക്ക് വരും. അങ്ങനെ അത് കിട്ടുള്ളൂ, അല്ല കിട്ടത്തില്ല. അത് പുസ്തകത്തിനകത്തൊന്നും ഉണ്ട്. ഈ ആർട്ട് ഓഫ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇല്ല. അപ്പോൾ അത് ടെക്നിക്കാണ്, അത് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ സ്റ്റുഡൻസിന് ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പം അവിടെ കുസൃതി കാണിക്കുന്നവർ, ചിലവന്മാർക്ക് ഏത് വിഷയമാണ് താല്പര്യം, ഏതിലാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സാറന്മാർ ഒബ്സർവ് ചെയ്യും. അത് നമ്മുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്രൈം വേൾഡിൽ നമ്മൾ ഓരോ കേസ് സീൻ കാണുമ്പോഴേ പുതിയ ഐഡിയ തോന്നുള്ളൂ. സാർ അതുപോലെ തന്നെ തെളിയിച്ചിട്ടുള്ള കേസുകളുണ്ട്. നമ്മളെ കമ്പളക്കാട് കൊലക്കേസ്, പിന്നെ തലസ്ഥാനത്ത് ലക്ഷ്മി വധം. ഇതെല്ലാം സാറ് ഒരു ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ മരണം എനിക്ക് ഭയങ്കര, ഞാൻ ഇങ്ങനെ സ്പൈൻ ചില്ലിങ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ആ വാക്കെന്ന് പറഞ്ഞ് കേട്ടിരുന്നിട്ടുണ്ട്. അതിൽ സാർ ഒരു പോസ്റ്റ്മോർട്ടത്തിന് സഹായിച്ചൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾക്കാർ പോലും അടുക്കാൻ അറയ്ക്കുന്ന രീതിയിലുള്ള, അത് ഞാൻ കണ്ട എപ്പിസോഡ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്, അഴുകിയ ജഡത്തിലെ പരിശോധന അറിയാമോ എന്ന് പറയുന്നതിന് സാർ പറഞ്ഞു കഴിയും. സാർ അപ്പോൾ ഇത്രയും ജീർണത, മനുഷ്യൻ്റെ ഏറ്റവും ജീർണത വരെ കണ്ട ആളാണ് അങ്ങ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ മൈൻഡിൽ എന്തൊക്കെയായിരിക്കും സാർ കടന്നു പോവുക? അത് എന്നാണ്, മനുഷ്യനെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിക്കണം. മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ ജനനം, മനുഷ്യൻ്റെ മരണം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പം ലോകത്തിൽ ഇപ്പം ഏത് മൃഗം ചീഞ്ഞഴിയാലും, അത് ആനയായാലും ശരി, അതുപോലെ പശുവോ കാളയായാലും ശരി, ഏറ്റവും ചീഞ്ഞഴുകിക്കഴിഞ്ഞാൽ ഏറ്റവും രൂക്ഷമായ മണം മനുഷ്യ ശരീരത്തിന്. അതൊരു പാഠമാണ്, പലർക്കും അറിയത്തില്ല, ചീഞ്ഞഴിയുന്നല്ലേ. അപ്പോൾ അവിടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് അങ്ങോട്ട് ഇടുക്കിക്ക് പോകുന്ന വഴിയിലാണ് ഇയാളെ കൊന്ന് മലയുടെ മുകളിൽ നിന്ന് ഏകദേശം താഴോട്ട് ആ സ്റ്റീപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2-3-4 കിലോമീറ്റർ ഉണ്ട്, അത്ര താഴെയാണ്. അവിടെ വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് അത് ചുമന്നുകൊണ്ട് റോട്ടിൽ കയറ്റി കഴിഞ്ഞപ്പം ആ ഏരിയയിൽ ആർക്കും നിൽക്കുക, അതൊക്കെ 6-7 ദിവസമായി. അപ്പോൾ അതിനകത്ത് മാഗോട്ട്സ് എന്ന് പറഞ്ഞാൽ പുഴു, പെട്ടെന്ന് പുഴു കയറും മനുഷ്യ ശരീരത്തിൽ. അപ്പോൾ മാഗോട്ട്സ് ഉണ്ടെന്ന് എല്ലാവരും പറയും. പക്ഷേ വെളുത്ത മാഗോട്ട്സും ഉണ്ട്, കറുത്ത മാഗോട്ട്സും ഉണ്ട്. അത് ഞാൻ ഈ ശരീരത്തിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ വെളുമ്പന്മാരെല്ലാം കറമ്പന്മാരും ആവും. അപ്പോൾ അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെയുള്ള സീൻ വിസിറ്റ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. അപ്പോൾ അത് ഒരു പുസ്തകത്തിനകത്ത് വായിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നില്ല, നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുകയല്ലേ. അപ്പോൾ അത് ഒബ്സർവേഷന് എല്ലാ കാര്യത്തിലും. കാരണം ഈയിടെ ഒരു ലേഡി, ഞാൻ പറയുന്നില്ല, ഒരു PhDക്ക് പ്രൊഫസറാണെന്ന് തോന്നുന്നു, എന്നെ വന്ന് കണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, PhD എന്നെ കാണാൻ വന്നത് എന്തിനാ? സാറേ, ഞാൻ ഇന്ത്യയിൽ ഇറങ്ങിയ നോവലിനകത്തൊക്കെ ക്രൈം ടച്ച് ചെയ്യുന്ന ഏരിയ എവിടേക്കാണെന്ന് ഒരു റിസർച്ചാണ്. അപ്പോൾ ഓരോരുത്തരെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം അത് സാറ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾ, ഇത്രയും പുസ്തകം ഒത്തിരി വായിക്കുന്ന ആളാണെന്നറിയാം. അപ്പോൾ ഏതൊക്കെ പുസ്തകത്തിലാണെന്ന് ഇവർക്കറിയില്ല. കുറേയെങ്കിലും കിട്ടുമെന്ന് സാറിന്. അതുകൊണ്ടാണ്
അപ്പോൾ ഞാൻ അപ്പോൾ ഓരോരുത്തർ റിസർച്ച് ഏരിയ അത് അവരുടെ ഒബ്സർവേഷനാണ് ഓരോരുത്തർ. അത് നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ച സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഈ പി എച്ച് ഡിക്കാരോട് എതിരാണ്. ഞാനൊന്ന് രജിസ്റ്റർ ചെയ്ത പി എച്ച് ഡിക്ക്, പിന്നെ ഞാൻ മാറി. കാരണം പി എച്ച് ഡിക്കാരെല്ലാം നിരന്ന് നിൽക്കാൻ പറഞ്ഞപ്പം അതിനകത്ത് നമ്മൾ പിടിച്ച ക്രിമിനലൊക്കെ ഉണ്ടാകും, അവനൊരു പി എച്ച് ഡി ഉണ്ട്. അതിനിടയ്ക്ക് അയാളുടെ ഒപ്പം ജോർജ് ജോസഫ് നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്തു. ഞാൻ LLB കഴിഞ്ഞിട്ട് സോഷ്യോളജി MA പാസ്സായി. അതാർക്കും അറിയത്തില്ല. അതിന് ശേഷം ഞാൻ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു. മക്കൾക്കും അറിയാവുന്ന സംശയം. ആരും അറിഞ്ഞു ഞാൻ അത് ക്യാൻസൽ ചെയ്തു. ഇതിലൂടെയാണ് സാറത് വെളിപ്പെടുത്തി. കാരണം എന്നറിയോ, പല കാര്യങ്ങളും നമ്മൾ പലർക്കും എന്തുകൊണ്ട് മാറിയെന്ന് ചോദിച്ചാൽ ഞാൻ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും കിട്ടും ഈ പി എച്ച് ഡി. അപ്പോൾ ആ കൂടെ ജോർജ് ജോസഫിനെയും വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് മാറിയ മനം. കാരണം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കാൻ ചിലർ ഒരു 2-3 PhD ഉള്ള വലിയ സംഭവമാണെന്നാണ് വിചാരിക്കും. അയാളുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്ത് അരമണിക്കൂർ ഇരിക്കുമ്പോൾ ഇവന് കാശിനുള്ള ഇൻവാലിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ മനസ്സിലായിരിക്കും, നേരിട്ട് കാണുമ്പോൾ നമുക്ക് പരുത്തി പറയാനൊക്കത്തില്ല. ചിലപ്പോൾ തല്ല് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാവും. മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. സാർ, അതേപോലെ തന്നെ പോലീസ് ജീവിതത്തിൽ പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളതാണ് സമ്മർദ്ദം ഒരല്പം കൂടുതലാണ് പോലീസ് ജീവിതത്തിൽ എന്നുള്ളത്. സാർ ഈ സമ്മർദ്ദ ഘട്ടം കാരണം ഒരുപാട് കേസുകൾ സാറിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ഈ സർവീസ് ജീവിതത്തിൽ സമ്മർദ്ദം എങ്ങനെയാണ്? ഒരു സമ്മർദ്ദവും ഇല്ല എനിക്ക് ഇതുവരെ. ഒരു സമ്മർദ്ദം ആകെ ഭാര്യ മക്കളുടെ എന്നൊക്കെയുള്ള സമ്മർദ്ദം അല്ലാതെ വേറെ ഒരു സമ്മർദ്ദവും ജീവിതത്തിലില്ല. കാരണം അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, സാറെന്നെ ഇങ്ങനെ? അവരൊന്നുമില്ല, ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഇപ്പം തങ്കപ്പനെ ഗോപാലൻ കൊന്നു. അതല്ലേ കണ്ടുപിടിക്കുന്നത് നമ്മൾ. അതിനകത്ത് വേറെ ഓഫീസർമാർ പറയുകയാണ് അത് തങ്കപ്പനെയും ഗോപാലിനെ ആ കേസിനകത്ത് ഗോപാലനല്ല കൊന്നത്, അത് സന്തോഷാണ് കൊന്നത്. അതെനിക്ക് ബോധ്യപ്പെടണ്ടേ? അപ്പോൾ അങ്ങേര് സന്തോഷിനെ വെച്ച് ഇവനെ ഗോപാലിനെ ഊരാൻ നോക്കുകയായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ അഭിപ്രായത്തിൽ തങ്കപ്പൻ തന്നെയാണ് കൊന്നത്. അപ്പോൾ അതുകൊണ്ട് സാറൊരു കാര്യം സാർ അന്വേഷിച്ചോ. അപ്പോൾ സാറിന് തൃപ്തി അനുസരിച്ച് മറ്റവനെ ഫിക്സ് ചെയ്യാം. ജോർജ് ജോസഫിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് പറയും ഞാൻ. അത് പറയാനുള്ള ബോൾഡ്നെസ് വേണം, നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി വേണം. പറയാം, നമ്മൾ തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ ഉണ്ടല്ലോ, മേലുദ്യോഗസ്ഥന്മാർ കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞും നടുവ് വളയും ഇല്ലേ. കൈക്കൂലി വാങ്ങുന്നവനാണ്, മദ്യവെച്ച് കണ നടക്കുന്നവനാണെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ കുഞ്ഞിപ്പോവും, വളഞ്ഞു പോവും. അവർ പറയുന്നതൊക്കെ കേൾക്കും. അപ്പം നമ്മളെ കൃത്യമായിട്ട് വായി വരുന്ന തെറി വിളിച്ചാലും നമ്മൾ കേൾക്കേണ്ടിയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പണി പോകും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇതാവുമ്പോൾ ഒന്നുമില്ല, ഒരു ടെൻഷനും ഇല്ല എന്നാണ് ഞാൻ പറയണേ. എന്തിനാ ടെൻഷൻ? അവർ കൊന്നത് ആരാന്ന് എനിക്കറിയാം. പക്ഷേ സാറ് പറഞ്ഞാൽ മറ്റേ സാറത്ത് അവനെ ഫിറ്റ് ചെയ്തോ, നമുക്കത് തെളിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ അറിയാം, എൻ്റെ ശൈലി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. ഞാൻ എതിര് പറയുകയല്ല, ഫാക്റ്റ് പറയും, വസ്തുതകളല്ലേ. അപ്പം ഞാൻ എപ്പോഴും ഈ ഫാക്റ്റ് പറയുമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ഈ കുട്ടികളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ ആൻസർ പറയുന്നില്ല, നിങ്ങളും കൂടെ പറഞ്ഞു. അവരെ കേസ് തെളിയിച്ചു, ജോർജ് ജോസഫ് തെളിയിച്ചു, പ്രൂവ്ഡ്. ജോർജ് ജോസഫ് തെളിയിച്ചില്ല, നോട്ട് പ്രൂവ്ഡ്. അതൊരു ഡിസ്പ്രൂവ്ഡാണ്, വ്യത്യാസം. അത് ഞാൻ പറഞ്ഞില്ല. പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ്. പറ. ആ കേസ് കൊലക്കേസ് തെളിയിച്ചു, പ്രൂവ്ഡായി. തെളിയിച്ചില്ല, നോട്ട് പ്രൂവ്ഡ്. ഡിസ്പ്രൂവ്ഡ് എന്താ? തെളിയിക്കപ്പെട്ടിട്ട്. അതിപ്പോ ഈ കേൾക്കുന്ന പിള്ളേർ കണ്ടുപിടിക്കട്ടെ, ഞാൻ പറയുന്നില്ല. എവിഡൻസ് ആക്റ്റാണ്, പലർക്കും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഓരോന്ന് ഇങ്ങനെ കണ്ടുവെക്കുന്നത് അത് ചുമ്മാ വായിച്ചു പോവുകയല്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എഴുതുന്ന ഡയറി ഉണ്ട്. എൻ്റെ അപ്പം 7ാം ക്ലാസ് മുതൽ ഡയറി ഉണ്ട്. ഇവന്മാരൊക്കെ എഴുതുന്നുണ്ട്, മക്കളും എഴുതുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 7 മുതൽ ഡയറി ഉണ്ട്. പുതിയ വാക്കുകളൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വെക്കും. അത് ഇന്നും ഉണ്ട് ആ ശീലം. അത് ദുശീലമാണെന്ന് പലർക്കും തോന്നി. ഇന്ന് ഈ പ്രായത്തിലും ഞാൻ എഴുതി വെക്കും. അതിനൊരു 4-5 ബുക്കുണ്ട്. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, മലയാളം വാക്കുകൾ ഇന്നും എഴുതും. അപ്പോൾ എനിക്ക് അതൊന്ന്, അപ്പോൾ സാറിന് ഇതൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നത്? ഞാൻ റെഫ്രഷ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പഠിച്ചല്ല, ചുമ്മാ ഒന്ന് പഠിച്ചൊന്നും നോക്കിച്ചൊന്നും കിട്ടത്തില്ല. അപ്പോൾ കുട്ടികളെല്ലാം ഏത് വിഷയമായാലും ശരി, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് റെഫ്രഷ് ചെയ്യണം. റെഫ്രഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത് കുട്ടികൾ ശീലിക്കേണ്ട. ഒരിക്കൽ പഠിച്ചെല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ പഠിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ഞാൻ ഇത് എവിഡൻസ് ആക്ട്, എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ലോ അക്കാഡമി പഠിച്ചു. മരിക്കുന്നതിന് മുമ്പ് എവിഡൻസ് ആക്ടിൻ്റെ അതോറിറ്റി കേരളത്തിൽ അങ്ങനെയായിരുന്നു, പ്രൊഫസർ. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ ബുക്ക് എനിക്ക് തന്നിട്ട് എൻ്റെ ഇരിപ്പുണ്ട്.
അതിൻ്റെ സൈഡിലൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നും പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്. കാരണം എവിഡൻസ് ആക്ടിൻ്റെ അതോറിറ്റി അങ്ങേരായിരുന്നു പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിനക്കിരിക്കട്ടെ, കാരണം ആ ക്ലാസ്സിൽ എല്ലാവരും എവിഡൻസ് ആക്ട് ഇടുമ്പോൾ ഇറങ്ങിപ്പോവും. ലോ അക്കാഡമിയിൽ 80 പേരുള്ളതാണ്, ആകെ ഒരു 5-10 പേര് കാണും. അപ്പോൾ ഞാൻ ഒന്നാം ബെഞ്ചിൽ തന്നെ ഇരിപ്പുണ്ടാവും. ഞങ്ങളൊരു 2 ആണുങ്ങളും പിന്നെ കാരണം നമ്മൾ ഈ എവിഡൻസ് ആക്ടിൻ്റെ ഇന്ന് വരെ ഇന്ത്യയിൽ IPCയും CRPCയും ഇപ്പം BNS ഒക്കെ പറഞ്ഞ് മാറിക്കഴിഞ്ഞു. പക്ഷേ എവിഡൻസ് ആക്ട് ആരും തൊട്ടിട്ടില്ല. ഒരു വാക്ക് മാറിയാൽ അർത്ഥ വ്യത്യാസം വരും. സിമ്പിൾ ഇംഗ്ലീഷാണ്, പക്ഷേ വായിച്ചു നോക്കും. അതിനകത്ത് പ്രിസംഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രിസംഷൻ, ആ പ്രിസംഷൻ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ എവിഡൻസ് ആക്ടിനകത്ത് പറയുന്ന പ്രിസംഷൻ എന്താണെന്ന് മനസ്സിലാകത്തില്ല ഇന്ന് പലർക്കും വായിച്ചത്. അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിലൊക്കെ റിട്ടയർഡ് ജഡ്ജസ് ഒരു 4-5 പേര് കഥകൾ കേട്ടിട്ടുണ്ട്. എപ്പോഴും അവരുടെ മുമ്പിൽ എല്ലാ ദിവസവും എടുത്ത് വായിക്കുമെന്ന് എവിഡൻസ് ആക്ട്. ഗ്രാസ്പ് ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. മീനിങ് വ്യത്യാസം മാറിക്കൊണ്ടിരിക്കും. അത് ബ്രിട്ടീഷുകാർ എഴുതിയതാണെങ്കിൽ അതിലൊന്നും തൊടാൻ പറ്റില്ല നമുക്ക് എവിഡൻസ് ആക്ടിൽ ഇന്ത്യൻ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നാണ് പറയുന്നെങ്കിലും ബ്രിട്ടീഷുകാർ എഴുതിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു തന്നിരിക്കുന്നത് പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ്. തീർച്ചയായിട്ടും. സാർ, അതുപോലെ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. സാർ കേരള പോലീസിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജോലി ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സാറ് കേരള പോലീസിൽ ഇനി വന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു മാറ്റം എന്താണ്? എനിക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന് കൈക്കൂലി വാങ്ങാതിരിക്കുക, എല്ലാതും പരിഹാരമാവും. ഞാൻ ഇന്നിപ്പം പോരുന്നതിന് മുമ്പ് ഒരു അമ്മച്ചിക്ക് ഒരു ലെറ്റർ, എന്നെ ഒരു മരണ വീട്ടിൽ ചെന്നപ്പം പരിചയപ്പെട്ടതാണ്. എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 5 പൈസ കയ്യിലില്ല. ഞാനിപ്പം വരുന്നുണ്ടെങ്കിൽ മോൻ്റെ കൊടുത്തിട്ട് അതൊന്ന് ടൈപ്പ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ്. കാരണം അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ബുദ്ധിമുട്ട്. ആരും സഹായിക്കാനില്ല. ആ മണ്ടനായ ജോർജ് ജോസഫിനെ കണ്ടപ്പോൾ അവർ സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. അതിനുശേഷം അഡ്രസ്സ് വാങ്ങിച്ച് എനിക്ക് ലെറ്റർ അയച്ചു. ഞാൻ ഇന്നിപ്പോൾ എഴുതി തീർന്നു അത്. കാരണം മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുക്കേണ്ട അവർ ഒത്തിരി കൊടുത്ത് അവരുടെ വീടിൻ്റെ സൈഡ് അവിടുത്തെ കൗൺസിലറും മറ്റും എല്ലാം കൂടി ഇടിച്ച് അവരുടെ ഒറ്റയ്ക്കാണ്, വിധവയാണ്, വഴി വലുതാക്കിയപ്പോൾ ഇവരുടെ 2 ഭിത്തിയും പോയി, അടപ്പുവഴിയും പോയി. അതിനകത്ത് പാമ്പ് കയറും, അതിന് ആരുമില്ല. ഇപ്പോൾ അവിടെ 70 വയസ്സുണ്ട്. എന്ത് ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ളു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇതൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് പോലീസിലാണ് നമുക്ക് പറ്റും. കാരണം അതിനകത്ത് കുഴപ്പം അവർക്കൊരു പരാതി എഴുതി കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമുക്കൊരു പ്രശ്നവും ഇല്ല. നമ്മൾ നിയമം അറിയാവുന്ന ആ വ്യക്തിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വളരെ കവറ്റബിൾ പോസ്റ്റാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം അതിലേക്ക് ഇരിക്കുന്ന നമുക്ക് ഒത്തിരി സഹായം ചെയ്യാൻ പറ്റും, ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നെ ഉണ്ടാവും, പിന്നെ നിയമത്തെപ്പറ്റി നല്ല പരിജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് വലിയ ടെൻഷൻ തോന്നത്തില്ല. കാരണം പലരും ചോദിച്ചു ഓർമ്മ ഞാൻ ഒരു ടെൻഷനും ഇല്ല. കാരണം എന്തിനാ ടെൻഷൻ? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, കുറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല, മനസ്സാക്ഷി ചെയ്യത്തുമില്ല. പക്ഷേ വലിയൊരു കുറ്റം ചെയ്ത് നമ്മൾ എന്തിനാ ടെൻഷൻ അനുഭവിക്കുന്നു? നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ കൂളായിട്ട് കിടന്ന് ഉറങ്ങും. അതുപോലെ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്തൊക്കെ പറയും, നിങ്ങൾ 2 നേരം കുളിക്കണം. കാരണം ബുദ്ധി വികസിക്കാനും ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 നേരം കുളിക്കണം. കണ്ണൊക്കെ എപ്പോഴും വെള്ളം ഒഴിച്ച് കഴുകണം. വസ്ത്രം 2 നേരം മാറിയാൽ നല്ലത്. കൈ രാത്രി കിടക്കുന്ന നമ്മൾ കൈയും കാലും കഴുകണം. കാരണം ഇത് പറയുന്നതിൻ്റെ കാരണം, അപ്പോൾ നമുക്ക് ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിക്കാനുള്ള മൂഡ് വരും. അവിടെ വേറെ പൊടിച്ച് ഒന്ന് ചൊറിഞ്ഞ് ഇവിടെ ഒന്ന് ചൊറിഞ്ഞ് അറ്റൻഷൻ പോകില്ലേ, എല്ലാ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒരു കുളിയും കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറായാലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. നമ്മൾ ഒരു 2-3 ദിവസം ഇരുന്ന് പഠിക്കുന്നത് ഇത് 1 മണിക്കൂർ കൊണ്ട് ഗ്രാസ്പ് ചെയ്യും. അറ്റ്മോസ്ഫിയർ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കുട്ടികൾ ആ കാര്യം ശ്രദ്ധിക്കണം. കുളി വളരെ ഒരു മസ്റ്റാണ്. 2 നേരം കുളിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ പഠിച്ചിട്ട് പിന്നെ ചുമ്മാ ഇരിക്കാൻ സമയത്ത് അത് ആലോചിക്കണം, ഗ്രാസ്പ് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിലിരുന്ന് കണ്ടല്ലോ, അവിടെ ഇരിക്കുമ്പോൾ റോഡിൽ കൂടെ പോകുന്നവർക്ക് എന്നെ കാണാം, വാതിൽ തുറന്നിട്ട്. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു, സാറ് അവിടെ പോകാൻ ആരും അടുത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ തന്നെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടെന്ന്, എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വൈഫ് പറയും, അത് ചില തമാശൻ്റെയൊക്കെ സാരസ്യം ആലോചിച്ചിട്ട് തന്നെ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ ആ ചിരിക്കാനുള്ള കഴിവ് വേണം കുട്ടികൾ. എപ്പോഴും ടഫായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രതികരിക്കാനുള്ള പ്രതികരിക്കണം,
പിന്നെ ക്ഷമയോടെ എല്ലാം കേൾക്കാനുള്ള മനസ്സ് വേണം, ക്ഷമ വേണം. രണ്ടാമത് പ്രതികരിക്കുന്നത് ഹാർഷായിട്ട് പ്രതികരിക്കരുത്, അല്ല അതേപോലെ സോഫ്റ്റായിട്ട് പ്രതികരിക്കുക. അവർക്ക് രണ്ട് വിധത്തിലാണെങ്കിലും മനസ്സിലാവും കാര്യങ്ങൾ. അതുപോലെ പഠിക്കുന്ന സമയത്ത് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് ശകലം ടി വി, ഒരു ശകലം അതുപോലെ അത് മാത്രം 5 മിനിറ്റ് മതി, പിന്നെ അതിന് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ലൈഫ് കൊണ്ടുപോയാൽ, ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും പ്രായം എത്രയാണ്, ഞാൻ പറയത്തില്ല. പലരും ചോദിക്കും, എല്ലാ ദിവസവും ഒരു 10 പേരെങ്കിലും ചോദിക്കും, ഞാൻ പറഞ്ഞു പറയാം. പിന്നെ അവരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ പറയും 42 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോനാണ്ട് ഇവിടെ തലയൊക്കെ സ്വല്പം നരച്ചിട്ടുണ്ട്. അപ്പോൾ അവനെത്രയായി? അവന് 38. പിന്നെ അപ്പോൾ വൈഫിനോ? അപ്പോൾ വൈഫിന് എനിക്ക് 42, വൈഫിന് 40, എൻ്റെ മൂത്ത മോന് 38. ഞങ്ങൾ 3 പേര് 2 വയസ്സിന് എളുപ്പമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവർ പിന്നെ ചോദിക്കത്തില്ല പ്രായം. കാരണം പ്രായം എൻ്റെ നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. കാരണം നമ്മളെ അത് സിസ്റ്റമാറ്റിക് ലൈഫ് കൊണ്ടാണ്. പിന്നെ ചിരിക്കാനുള്ള അവസരം നല്ലതായിട്ട് ഉപയോഗിക്കും. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ചിരിക്കാനുള്ള ഒരു ചിരി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 13 വർഷമായിട്ട് ഞാനാ ഓപ്പണിങ്. അപ്പം ഏറ്റവും വലിയ ക്രൈമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവനെയൊക്കെ ഇടിക്കുന്ന സാർ എങ്ങനെ തമാശ പറയുന്നത്. കാരണം എനിക്ക് തമാശയെ അറിയത്തുള്ളൂ, എല്ലാം തമാശ രീതിയിൽ കാണും. കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ശരി, ചില കൊലപാതകം ചെയ്തവരും എന്നെ കാണാൻ വന്നു കഴിയുമ്പം ഞാൻ തമാശ രീതിയിൽ പറയും. തമാശയിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരു ഞാൻ എപ്പോഴും ആലോചിക്കും അപ്പം ഞാൻ തെളിയാതെ കിടന്ന കേസ് ഞാൻ പാലക്കാട് പോയി DGPയും ഗവൺമെൻറ്റൊക്കെ ജോറേസ് വന്നത് അന്വേഷിക്കണം, പിടിക്കണം. ഒരാളെ കൊന്നിട്ട്, അയാളെ ഒരു ലേഡിയെ കൊന്നിട്ട് അവരുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയതാണോ, തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ പോയി ചോദ്യം ചെയ്ത്, അപ്പോൾ അത് സംശയിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചു. അവനെല്ലാവരും എടുത്തിട്ട് ഇരിക്കുമല്ലോ, അവനെ വിളിച്ച് നീ ഇരി. അവൻ ഇരിക്കത്തില്ല. ഞാൻ പറഞ്ഞു നീ ഇരിയടാ, അവിടെ ഇരിക്കുക, എൻ്റെ മുമ്പിൽ ഇരിക്കേ, ഇരുത്തിയേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടാ നിന്നെ എവിടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നുകൊണ്ട് സ്പെഷ്യൽ ഇടി ഉണ്ടാകുന്നതാണ് അവൻ്റെ ധാരണ. അപ്പോൾ എനിക്കിത് സാറേ, അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാൻ ഒന്ന് കടുപ്പിച്ചു, നീയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ തന്നെ സാറേ ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മൂഡ് മാറിക്കഴിഞ്ഞ് നീ എന്തിനാടാ ഇത് കേൾക്കുന്നത്, നീ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനല്ല സാറേ. ഓരോ പ്രാവശ്യം എൻ്റെ നിറം മാറുന്ന അനുസരിച്ച് അപ്പോൾ സമ്മതിക്കുകയും ചെയ്യും. അത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം നമുക്ക് ചിരിയും വരും. പക്ഷേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മളത് പഠിക്കണം. കാരണം അവനെ ഇപ്പം നാട്ടുകാരെല്ലാം കൂടെ അവൻ യഥാർത്ഥത്തിൽ അവനല്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയൽവക്കംകാരെ ചുറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവിടുത്തെ ഈ സ്വർണ്ണാഭരണം മുഴുവൻ അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ നേർച്ചപ്പെട്ടിക്കകത്ത് നിന്ന് കിട്ടി ഞാൻ ചെന്ന ശേഷം. അപ്പം ഇവനല്ല കൾപ്രിറ്റ്, വേറെ ആളാണ്, കണ്ടില്ലേ. അപ്പം അത് നമ്മുടെ ഒബ്സർവേഷനാണ് ഓരോന്ന്. പിന്നെ നല്ല മെമ്മറി പവർ വേണം ജീവിതത്തിൽ. അത് പഠിക്കുന്ന കാര്യത്തെ പോലെ തന്നെ എല്ലാം നല്ല മെമ്മറി വേണം. ഇവരെ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പം അവൻ്റെ ഹിസ്റ്ററി മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം മെമ്മറി അത് കുട്ടികൾക്ക് അത് ചെറുപ്പം പോലെ നമ്മൾ ശീലിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാം, ചെറുപ്പത്തിൽ ഫാദർ ഓരോ കാര്യം ചോദിച്ചു, അതിനകത്ത് 8 കാര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇടയ്ക്ക് ചോദിക്കാം 6 നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശീലിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ അത് ഒരു പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് എത്ര പ്രാവശ്യം ഒരാളുടെ പേര് റിപ്പീറ്റ് ചുമ്മാ അത് നമ്മൾ മെമ്മറി കപ്പാസിറ്റി കൂടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി എക്സസൈസ് ഉണ്ട് ഈ ബുക്കിനകത്ത്, അത് മുഴുവൻ പഠിക്കണം. പിന്നെ ഓരോ പുസ്തകം വായിക്കുമ്പോൾ 2-3 പുതിയ വേർഡ് നമ്മുടെ മനസ്സിൽ കയറും. അതാണ് മോഡസ് ഓപ്പറാൻഡിയൊക്കെ നിങ്ങൾ പറയുന്നത്. അത് നമ്മൾ കുറിച്ച് വെക്കണം, എന്നിട്ട് ഇടയ്ക്ക് അത് റെഫ്രഷ് ചെയ്യണം. അപ്പം നമ്മുടെ സീനിയർ ഓഫീസേഴ്സിനെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ സൈസ് 4-5 തട്ടും. അമ്മരാകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എനിക്കറിയാം, കാരണം അതറിയത്തില്ല. പിന്നെ വീട്ടിൽ പോയിരുന്ന് റെഫ്രഷ് ചെയ്തില്ലേ പറ്റുള്ളൂ, നോക്കണം. അപ്പം നമ്മുടെ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുകയും അത് ഉപയോഗിക്കാനൂടെ പഠിക്കണമെന്നാണ് ആ വാക്കുകൾ. ചില പ്രയോഗങ്ങൾ ഞാൻ ഇന്ന് എഴുതി വെക്കും. ചില ഇംഗ്ലീഷിലുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് എത്ര വായിച്ചാലും പഠിച്ചാലും അത് അങ്ങനെ പ്രയോഗിക്കാൻ നമ്മുടെ സംസാരത്തിൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ആ രീതിയിലുള്ള വാക്കുകൾ എഴുതി വെക്കണം. ആ എഴുതി വെച്ചെങ്കിൽ മാത്രമേ അത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പലപ്പോഴും പല ആൾക്കാരും അത് ആ വാക്ക് പഠിക്കാത്തത് കൊണ്ട് ഒരു 4-5 വാക്ക് പറഞ്ഞെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, മറ്റേ ഒറ്റ വാക്കി തീരും. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നതിനൊക്കെ ഒരു ആർട്ടുണ്ട്, അതിനകത്ത് ഒരു വശമുണ്ട്.
അത് ഇതിനൊരു പ്രത്യേക മെത്തേഡുണ്ട്. നിങ്ങളുടെ സ്വന്തം മെത്തേഡ് മതി പഠിക്കുന്ന കാര്യത്തിൽ. നമ്മുടെ ഈ ഒരു സാറിൻ്റെ സംസാരത്തിൽ അല്ലെങ്കിൽ വാക്കുകൾക്കകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ സാറേ ഈ ഒരു ഇന്റർവ്യൂ കൂടി സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്ക് ഉണ്ടാവാറുണ്ട്. ഒരു ഇന്റർവ്യൂ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്നാണ് സാർ വിചാരിക്കുന്നത്? അത് അത്യാവശ്യം ചില നിയമത്തെ പറ്റി പഠിക്കണം. കാരണം സാധാരണ ഗതിയിൽ നിയമത്തെ പഠിക്കുന്നത് വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യും? ഡ്രൗണിങ്. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന്, അത് വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു സ്ഥാപനത്തിൽ അവർക്ക് ഈ IAS IPS ഒക്കെ എഴുതിയ കുട്ടികളാണ് കൂടുതലും. അവർ SI സെലക്ഷനും CPO സിവിൽ പോലീസ് ഓഫീസർ സെലക്ഷനൊക്കെ അവർക്കൊരു മോക്ക് ആയിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അന്നേരം അതിൻ്റെ അകത്ത് 2-3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ. അപ്പം ഞാൻ അവരുടെ അടുത്ത് 4-5 പേരുടെ അടുത്ത് ഒരേ ചോദ്യം ചോദിച്ചു. ഓരോ പ്രാവശ്യം വന്നു. ഞാൻ പറഞ്ഞു 6 അടി പൊക്കമുള്ള ഒരു ഗുണ്ട പോലീസ് സ്റ്റേഷൻ മുന്നേ വന്ന് തെറി വിളിക്കുകയാണ്. ഞാനൊക്കെയാണ് അടിച്ചവനെ വീഴ്ത്തിക്കും. നിങ്ങൾ എന്നാ ചെയ്യും? 4 പെൺകുട്ടികളൊന്നും പറഞ്ഞില്ല. സാറേ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻസർ പറഞ്ഞു, സാറേ എനിക്ക് എന്നെ ഒന്ന് തോണ്ടി എറിയാനേ ഉള്ളൂ അവന്. അവിടെ പോലീസ് നല്ല തടിയന്മാർ 4 അവരെ വിളിച്ചിട്ട് ഇവനെ കുണിച്ചെടുത്ത് ഇടിച്ചിടും. ഞാൻ പറഞ്ഞു നിന്നെ പോലീസ് വേണമെന്ന് പറഞ്ഞേ. ആ കുട്ടിക്ക് കിട്ടി. അത് അതിൻ്റെ ആ ബുദ്ധി പോകുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ആരോഗ്യം അനുസരിച്ചും അവനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ വേറെ 4 പേരെ കൂട്ടി അവനെ കീഴ്പ്പെടുത്തണം. അങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം. അവൾക്ക് സെലക്ഷൻ കിട്ടി. എന്നെ വിളിച്ചു പിന്നീട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ആരോഗ്യമൊന്നും വേണ്ട ഒരാളെ കീഴ്പ്പെടുത്താൻ. ബുദ്ധിപരമായിട്ട് അവനെ കീഴ്പ്പെടുത്തും. ബുദ്ധിപരമായിട്ട് മാത്രമല്ല ഫിസിക്കലായിട്ടും മറ്റുള്ളവരുടെ സഹായത്തോടെ നമുക്ക് അവനെ പൂട്ടാൻ പറ്റും. അതാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്. ഏത് എന്നെ കൊണ്ട് സാറേ അതൊന്നും പറ്റത്തില്ല സാറേ എന്ന് പല കുട്ടികളും പറയും. അങ്ങനല്ല. നമ്മളെ കൊണ്ട് എല്ലാ മനുഷ്യനും എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ബുദ്ധിയൊക്കെ തന്നെയാണ്. ആ ബുദ്ധി നമ്മൾ ഓരോ പ്രാവശ്യം അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് പ്രശ്നത്തിലും സൊല്യൂഷൻ നമ്മൾ കൊണ്ട് കണ്ടുപിടിക്കും. ഏത് പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമുക്കറിയാം. നമുക്കത് നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായനയിൽ നിന്നും നമ്മൾ ചിന്തിക്കണം. ഓരോന്ന് പ്രാവശ്യം ഓരോ സിറ്റുവേഷൻ ചിന്തിക്കണം. അത് അപ്പോൾ പലരും സാറിനിങ്ങനെ ക്വിക്കായിട്ട് ഇങ്ങനെ മറുപടി വരുന്നത്. അതുപോലത്തെ സിറ്റുവേഷൻ ഞാനിങ്ങനെ ആലോചിച്ചാൽ അങ്ങനെ വന്നാൽ എന്നാ ചെയ്യും? എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. പലരും സാറ് എന്നെ ആലോചിക്കുന്നില്ല, സാറ് ചിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ചിരിക്കാനുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ നമ്മൾ ചുമ്മാ ഇരിക്കത്തില്ല. മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ചുമ്മാ ഉറക്കം തൂങ്ങിയൊന്നും ഇരിക്കത്തില്ല. ഉറങ്ങുന്ന സമയം മാത്രം കിടന്ന് ഉറങ്ങും. ബാക്കിയുള്ള സമയം വായനയും ഇപ്പോഴും വായനയാണ് ഇരിക്കുന്നത്. അപ്പം പുതിയ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ടനായല്ലോ എന്നല്ലേ തോന്നുന്നു. അത് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയാം. ഇപ്പം അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല ആരോടും. ഇല്ലെങ്കിൽ ഞാൻ പറയും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുമെന്ന് പറയും. നോ അറിയത്തില്ല. കാരണം അതിന് സൊല്യൂഷൻ ഉണ്ട്. അത് നമ്മളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ഇത്ര വായിച്ചൊക്കെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റും പലതിനും. അപ്പോൾ അതുകൊണ്ട് എല്ലാം മനുഷ്യസാധ്യമാണ് എന്ന് കരുതണം. നിങ്ങൾ ഞാനൊന്നും ക്ലാസ്സിലൊക്കെ 0 മാർക്ക് വാങ്ങിക്കുന്നതല്ലേ നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊന്നും ഒരു കാര്യമല്ല. കാരണം പ്രായോഗിക ബുദ്ധിയാണ്. അത് പ്രായോഗിക ബുദ്ധി വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് കൊണ്ടുപോകണം. അത് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. എല്ലാവരും സ്വയം ചിന്തിക്കരുത് ഞാൻ മണ്ടനാണ് എനിക്ക് മാർക്ക് കിട്ടത്തില്ല. മാർക്ക് കിട്ടണ്ട. നിങ്ങൾ വേറെ ലെവലിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പൊങ്ങിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പം ഞാൻ പലപ്പോഴും പലയിടത്തും പറയുമ്പോൾ ഇങ്ങനെ പഠിക്കാനുള്ള വ്യവസ്ഥ അനുസരിച്ച് ഒരു ജോലി കിട്ടുന്നതാണ് ജീവിത ലക്ഷ്യമെങ്കിൽ ഇന്ത്യയിൽ ഒരു 5% പോലും ആൾക്കാർക്ക് സാധിക്കത്തില്ല. അത്രയേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർ ജീവിക്കുന്നില്ല വലിയ പുള്ളികളായിട്ട്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വരുമാനത്തിനകത്ത് അതിനകത്ത് ചെലവ് ചെയ്ത് ജീവിക്കാൻ, അതിനകത്ത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പം യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോളേജിലെ ഹാരിസ് ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു വലിയ കോൺട്രവേഴ്സി സ്കൂട്ടറിലാണ് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണമായോ? ലളിത ജീവിതമാണ്. വീടും ചെറുതാണ്. എനിക്കൊരു വീടുണ്ട് 30 അറയിലെ. നാട്ടുകാരെല്ലാം ചോദിച്ചു സാർ ഇവിടാണോ താമസിക്കുന്നത്? ഓടിട്ട വീടാണ്, ചെറിയ വീടാണ്. മഴയത്തെ ചോരും. ഞാൻ മനഃപൂർവ്വം അടച്ചില്ല. മാറ്റും. കൊച്ചുമക്കളെയൊക്കെ മുകളിൽ കയറ്റും. ഓട് മാറ്റിയിടാൻ. പഠിക്കണ്ടേ? അപ്പോൾ നാട്ടുകാർ SP കൊച്ചുമക്കളും ഒക്കെ ഇതിനകത്ത് മുകളിൽ കയറി ഇരുന്നാൽ സാറേ ഇത് എന്താ സാറേ അങ്ങനെയാണ് ലൈഫ്. അങ്ങനെയാണ്. അത് അക്കോമഡേറ്റ് ചെയ്യാനും പഠിക്കണം നമ്മൾ. അതുകൊണ്ട് ഏത് ലെവലിലായാലും ശരി നമ്മൾ വലിയ AC മുറിക്കകത്തൊന്നും ഇരിക്കേണ്ട. ഒരാളെ ബഹുമാനിക്കുന്നത് അയാളുടെ അറിവിനെയാണ്. ഞാൻ പലപ്പോഴും ചിലരെയൊക്കെ ആലോചിക്കും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾ മുറ്റണമല്ലോ, അവൻ ആ വാക്ക് ഉപയോഗിച്ചല്ലോ, കൊള്ളാമല്ലോ.
നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവനോട് അസൂയ തോന്നത്തില്ല. കാരണം അവൻ്റെ ഒബ്സർവേഷനും ജീവിത രീതിയൊക്കെ ഞാൻ പലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല ആൾക്കാരും ആ ലെവലിലാണ്. ഞാൻ കാരണം എനിക്ക് കുറേ അധികം ഓട്ടോറിക്ഷക്കാരുണ്ട് അവർ പരിചയമുള്ളവർ. എന്തൊരു ബുദ്ധിയാണ് അവർക്ക്, പ്രായോഗിക ബുദ്ധി, ജീവിത രീതി എല്ലാം ഞാൻ ആലോചിക്കുകയും ചെയ്തു. നമ്മളേലും നല്ലതായിട്ട് ജീവിക്കുന്നു, സന്തോഷിക്കുകയാണ് ചെയ്യുന്നു. പക്ഷെ ഒന്നുമില്ല അവന്. പക്ഷെ ആ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത് പിള്ളേരാരും. ആ ഉള്ളതിനകത്ത് ജീവിക്കുക, അതാണ് മനസ്സ്. ഇപ്പം ബെൻസ് കാറ് ജോർജ് ഹസ്ബൻഡ് ഇല്ല, ഈ കാറിലാണോ? ഞാൻ ഈ കാറിലേ നടക്കുള്ളൂ. നിനക്ക് എന്നാ ഇത്ര സൂക്കേട്? എൻ്റെ മനസ്സ് അത് പറയത്തില്ല, എന്നാലും ആ വാക്ക് പറയത്തില്ല. എനിക്ക് എത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഒരാളെ കാണുന്നത് അയാളുടെ പത്രാസ്, അയാളുടെ വില കൂടിയ കാറ്, വില കൂടിയ അയാളുടെ ബിൽഡിങ്, ഇതെല്ലാം കണ്ടിട്ടാണ് ഒരാളെ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല നമ്മൾ വിലയിരുത്തുന്നത്, അങ്ങനെയല്ല. അയാളുടെ അറിവ്, അയാളുടെ പെരുമാറ്റം, സംസാരം, ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിലാണ് ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നത്. അതിപ്പോൾ IAS കാരനാണെങ്കിൽ പുച്ഛം തോന്നും. ഈ സൈസ് വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് പുച്ഛമാണ് അവരോട്. ഞാൻ പല ആൾക്കാരെയും കാണാൻ പോകത്തില്ല, ഇല്ല, അവരെ കൊണ്ടൊരു കാര്യം എനിക്ക് സാധിക്കണ്ട, ഞാൻ സഫർ ചെയ്തോളാം. അങ്ങനെ സംസാരിക്കാൻ കാല് പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ കൂടി പറയത്തില്ല. ചിലമാർ ഏത് മനുഷ്യനായാലും ഇരിക്കണ്ടേ, നമ്മളൊന്ന് ഒരു ഓഫർ സീറ്റ് കൊടുക്കണ്ടേ. ഇവിടെ ഞാൻ ഒരു ഓഫീസിൽ പോയി, ഒരു ഓഫീസിൽ ഞാൻ പോകത്തില്ല, വഴക്കാവും, പോകത്തില്ല. ഒരു ഓഫീസിൽ പോയി ഒരു 9 മണിക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ ഒരു സാറേ നമുക്കൊരു നേരത്തെ പോയി നിന്നാൽ നമുക്ക് ആദ്യം ആ കാര്യം നടത്തിയിട്ട് കൂടി, ഞാൻ സ്ഥലം പറയുന്നില്ല. ഞാൻ അവിടെ പോയി 9-10 മണിയായപ്പോൾ ഓഫീസിൽ കയറി വരുന്നത് ഒരു 100 പേരിരിപ്പുണ്ട്. എല്ലാവരും രാജാവ് എഴുന്നള്ളുന്ന വഴിമാറി കൊടുത്തു, ഇയാളെ ബഹുമാനിച്ചു. ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ ആ പ്യൂൺ സാർ ഇങ്ങോട്ട് മാറി, ഞാൻ പോടാ, നീ ആരടാ? ആൾക്കാർ അയ്യോ ജോർജ് സാറിൻ്റെ അടുത്ത്, എടാ നീ അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. വിവരക്കേടല്ലേ കാണിക്കുന്നത്. അയാളെ നമ്മൾ ബഹുമാനിക്കും എന്ന് വിചാരിച്ച് രാജാവ് എഴുന്നള്ളുന്നത് അവനെ അങ്ങനത്തെ ബഹുമാനമൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവകാശപ്പെട്ട അയാൾ തരണ്ടേ നമുക്ക്, അതിനല്ലേ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ ചിന്ത കുട്ടികൾക്ക് വേണം. ഏത് പൊസിഷൻ ചെന്നാലും അവരിയ്ക്കുന്നത് അവരെ പത്രാസ് കാണാൻ അതിനല്ല ഇരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ നിയമപരമായി പരിധിക്കുള്ളിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ പോലീസ് സ്റ്റേഷൻ ഇരിക്കുമ്പോൾ അമ്മച്ചിമാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നിട്ട് ഞാൻ SI ആയിരിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. സർക്കിളിൻ്റെ അവിടെ DYSP അവിടെ ഒരു മനുഷ്യനില്ല. രാത്രി 2 വരെ 10-30 പേര് എൻ്റെ ആ ഓഫീസിന് മുന്നേ ചടഞ്ഞിരിക്കും, എന്നെ കണ്ടിട്ടേ പോവുള്ളൂ. എന്താണ് നമുക്ക് ചെയ്തു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് അതിനുള്ളൊരു പേഷ്യൻസ് ഉണ്ട്, കാണും, എന്തെങ്കിലും നീതി നടപ്പാക്കുന്ന ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും. അതാണ് ഒരു ജീവിതം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് വേണ്ടത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാറിൻ്റെ വാക്കുകളിൽ, ഓരോ വാക്ക് സാറ് പറയുമ്പോഴും സാറിൻ്റെ അനുഭവം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് സാർ. നമ്മുടെ ഈ ഒരു ഒരുപാട് തിരക്കേറിയ സമയമാണെന്നറിയാം, ഒരുപാട് കാര്യങ്ങൾ സാറ് നോക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് സമയം നമ്മളോടൊപ്പം, നമ്മുടെ കുട്ടികളോടൊപ്പം ആയിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം സാറിൻ്റെ വാക്കുകൾ നിങ്ങൾക്കും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. തുടർന്നും സാറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റട്ടെ, ഒരുപാട് മേഖലകൾ സാറിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ എനിക്കൊന്ന്, എന്നെ സംബന്ധിച്ച് ഇതൊരു ഫാൻ ബോയ് മൊമെന്റ് ആണ്. കാരണം 2021 PSC പഠിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. ആ സമയം മുതൽ പോലീസ് ആവണം എന്നൊരാഗ്രഹം കൊണ്ട് യൂട്യൂബിൽ എനിക്ക് വന്നൊരു സജഷൻ വീഡിയോ ആണ് ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്നതിൽ സാറിൻ്റെ. അതിൽ മോഷണത്തിന്റെ തത്വങ്ങൾ അറിയാമോ എന്നൊരു തംബ്നെയിലാണ് ആദ്യമായിട്ട് ഞാൻ കയറുന്നത്. അവിടെ മുതൽ സാറിൻ്റെ ബയോഗ്രഫി സാറ് തന്നെ പറഞ്ഞതിൽ നിന്ന് തുടങ്ങി ആ വീഡിയോ സീരീസ് മുഴുവൻ കഴിഞ്ഞപ്പം ഞാൻ ഉറപ്പിച്ചൊരു സർവീസാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവണം എന്നുള്ള ആഗ്രഹം അപ്പോഴുണ്ടായി. അതിലേക്ക് എന്നെ നയിച്ച വ്യക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ എനിക്കിതൊരു ഫാൻ ബോയ് മൊമെൻ്റ് ആണ്. നമ്മളൊരു ഇൻ്റർവ്യൂ എന്നുള്ളതിനേക്കാൾ ഞാൻ ഇദ്ദേഹം പറയുന്ന മുഴുവൻ കേട്ടിരിക്കുകയായിരുന്നു. അത് നാളെ ഒരു സമയത്ത് ഒരു പൗരൻ എന്ന നിലയിലും ഇപ്പം മുന്നോട്ട് വരാനിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു പാഠപുസ്തകമാകും. അപ്പം താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.